ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആൻഡ് വേരിയൻസ് അനാലിസിസ് ആണ് നമ്മൾ തുടങ്ങിയിരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസസിന്റെ കോൺസെപ്റ്റും അതിന്റെ ഇക്വേഷൻസും അത് ഇക്വേഷൻസ് എങ്ങനെ ഡിറൈവ് ചെയ്യുന്നത് ഈ കാര്യങ്ങളും അങ്ങനെ ആ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അതിന്റെ കൂടെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് അതുമായി ബന്ധപ്പെട്ടുള്ള തിയറീസ് ഒക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം കോസ്റ്റിംഗിൽ ഗ്രൂപ്പ് 1 കോസ്റ്റിംഗിൽ നമുക്ക് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസും ലേബർ കോസ്റ്റ് വേരിയൻസ് ആണ് പഠിക്കാനുള്ളത്. അപ്പൊ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസിന്റെ കോൺസെപ്ച്വലി ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ ലാസ്റ്റ് നിർത്തിയിരിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ ഇട്ടുകൊണ്ടാണ്. ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ ചെയ്തിരുന്നില്ല. ജസ്റ്റ് ആൻസർ ഞാൻ ഇപ്പം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇതിൽ. നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ കാൽക്കുലേറ്റ് ഓൾ ദ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസസ് ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ബൈ ടി ലിമിറ്റഡ്. അപ്പൊ ഇതില് വ്യക്തമായിട്ട് നമുക്ക് എന്ത് വന്നിട്ടുണ്ട്? സ്റ്റാൻഡേർഡിന്റെ ഏരിയ തന്നിട്ടുണ്ട്, ആക്ച്വലിന്റെ ഏരിയയും തന്നിട്ടുണ്ട്. ഓക്കെ, സ്റ്റാൻഡേർഡിന്റെ ഏരിയ നോക്കുകയാണെങ്കിൽ രണ്ട് മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ആൻസർ ഞാനിപ്പോ ഇവിടെ ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്ത് ഡിലീറ്റ് ചെയ്യാം, മായ്ച്ചു കളയാം. നമുക്ക് എങ്ങനെ ചെയ്യുന്നുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോ മെറ്റീരിയൽ എ, മെറ്റീരിയൽ ബി, ഈ രണ്ട് പ്രൊഡക്റ്റ് ആണ്. ഈ രണ്ട് റോ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രൊഡക്ഷൻ നടത്തുന്നത്. അതിന്റെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി, എത്ര ക്വാണ്ടിറ്റി ഉപയോഗിക്കണം എ, എത്ര ക്വാണ്ടിറ്റി ബി ഉപയോഗിക്കണം എന്നും, യൂണിറ്റ് പ്രൈസ് എത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്യണം, എ എത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്യണം, ബി എത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്യണം എന്നും, ഇങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് എത്ര യൂണിറ്റ് പ്രൊഡക്ഷൻ നടക്കുമെന്നും, എല്ലാ കാര്യങ്ങളും ഇൻസ്ട്രക്ഷൻ എന്നുള്ള രൂപത്തിലൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്ത് പണിക്കാർക്ക്, തൊഴിലാളികൾക്ക്, എംപ്ലോയീസിന്, പ്രൊഡക്ഷൻ ടീമിന് കൊടുക്കുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ആയിട്ട് വേണമെങ്കിൽ ഇതിനെ കരുതാം. പ്രൊഡക്ഷനും പർച്ചേസിനും മെറ്റീരിയൽ എത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്യണം, അതുപോലെ എത്ര യൂണിറ്റ്, ഇത്രയും ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ, 45 കിലോ പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര എയും ബിയും ഉപയോഗിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ശേഷം ആക്ച്വലി അഥവാ ഈ പ്രൊഡക്ഷൻ കഴിഞ്ഞതിന് ശേഷം ആക്ച്വലി എ എത്ര ഉപയോഗിച്ചു, ബി എത്ര ഉപയോഗിച്ചു, യൂണിറ്റ് പ്രൈസ്, പർച്ചേസ് ചെയ്ത പ്രൈസ് എന്ത്, അല്ലെങ്കിൽ പർച്ചേസ് ചെയ്ത പ്രൈസ് എന്ന് മാത്രം പറയാൻ പറ്റില്ല, പർച്ചേസ് ചെയ്ത പ്രൈസ് പ്രൊഡക്ഷനിലേക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ പ്രൈസ് എന്ത്, ഇതൊക്കെ നമ്മൾ നോക്കി. എത്ര കിലോഗ്രാം പ്രൊഡ്യൂസ് ചെയ്തു എല്ലാം നമുക്ക് കിട്ടി. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ കോസ്റ്റ് വേരിയൻസ് കാണാം? നമ്മൾ നേരത്തെ പറഞ്ഞു, ഇതിനെ ഒന്ന് ജസ്റ്റ് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ഏതാണ്ട് ഇതുപോലെ ഇരിക്കും. ഒന്നുകൂടി പറയാം, എ, ബി രണ്ട് റോ മെറ്റീരിയൽ ഉപയോഗിക്കുന്നു. 45 കിലോഗ്രാം ആണ് നമുക്ക് ബേസ് ആയിട്ട് തന്നിട്ടുള്ളത്, അഥവാ 30 എയും 20 ബിയും ഉപയോഗിച്ചുകൊണ്ട് 50 കിലോഗ്രാം ഇൻപുട്ട് ചെയ്താൽ 45 കിലോഗ്രാം പ്രൊഡക്ഷൻ കിട്ടണം. 10%, 5 കിലോഗ്രാം ലോസ് വരുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ട് എല്ലാ പ്രൊഡക്ഷനിലും, എല്ലാ ആക്ടിവിറ്റിയിലും നമുക്ക് എല്ലായ്പ്പോഴും ലോസ് ഉണ്ടാകാം. ആക്ച്വലി 44 കിലോഗ്രാം എയും 66 കിലോഗ്രാം ബിയും ഉപയോഗിച്ചു 110 കിലോഗ്രാം ഉപയോഗിച്ചു. അപ്പോൾ 50 ആണ് നമ്മുടെ ഇൻസ്ട്രക്ഷനിലുള്ളത്, പക്ഷെ നമ്മൾ 110 ഉപയോഗിച്ചു. ആയിക്കോട്ടെ, പ്രശ്നമില്ല. 50 ഉപയോഗിക്കുമ്പോൾ 45 കിട്ടണം. അപ്പൊ 110 ഉപയോഗിക്കുമ്പോൾ 90 കിട്ടിയാൽ മതിയോ? അല്ലെങ്കിൽ 90 കിട്ടാൻ എത്ര ഉപയോഗിക്കണമായിരുന്നു? അപ്പൊ ഈ രീതിയിൽ അറേഞ്ച് ചെയ്തു. പ്രൈസ് ചെയ്തിട്ടുണ്ട് 25.5. ആക്ച്വലി വന്നത് 20.10 ആണ് നമ്മളോട് ഡിറ്റർമൈൻ ചെയ്തിരിക്കുന്നത്, പ്രീ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട്, അഥവാ 90 കിലോഗ്രാം പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര വേണമായിരുന്നു? 50 കിലോഗ്രാം ഇൻപുട്ട് ചെയ്താൽ 45 കിലോഗ്രാം പ്രൊഡക്ഷൻ നടക്കുമെങ്കിൽ 90 കിലോഗ്രാം പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര വേണമായിരുന്നു എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള ഫസ്റ്റ് ടാസ്ക്. അപ്പൊ 90ന് 110 കറക്റ്റ് ആണെങ്കിൽ വേറെ പ്രശ്നമില്ല, യൂസേജ് കറക്റ്റ് ആണെന്ന് വിചാരിക്കാം. മിക്സ് കറക്റ്റ് ആണോ എന്ന് നോക്കിയാൽ മതി പിന്നെ. പക്ഷെ 90ന് 110 കറക്റ്റ് ആണോ? 50ന് 45 തമ്മിൽ ഏകദേശം 90% പ്രൊഡക്ടിവിറ്റി ഉണ്ട്. 50 കിലോഗ്രാം ഇൻപുട്ട് ചെയ്യുമ്പോൾ 45 കിലോഗ്രാം ഔട്ട്പുട്ട് കിട്ടണം. അപ്പൊ 110 കിലോഗ്രാം ഇൻപുട്ട് ചെയ്യുമ്പം 90% വെച്ച് നോക്കുമ്പോൾ 99 കിലോഗ്രാം ഔട്ട്പുട്ട് കിട്ടണ്ടേ? നമുക്ക് 90 കിട്ടിയുള്ളൂ. അപ്പൊ 90 കിട്ടണമെങ്കിൽ, 90 എന്ന് പറഞ്ഞാൽ 90% ആണല്ലേ, നമ്മൾ 100 ഇൻപുട്ട് ചെയ്താൽ മതിയായിരുന്നു.
അഥവാ 50-ന് 45 50ന്റെ ഡബിള് ആയ 100 ഇട്ടാ 90 കിട്ടൂലേ? പക്ഷെ 110 ഇട്ടപ്പോഴാണ് 90 കിട്ടിയത്. യൂസേജിൽ പ്രശ്നമുണ്ട്, പ്രൈസിൽ വ്യത്യാസം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. 20, 25, 10, 5, ഒന്ന് 5 കൂടിയിട്ടുണ്ട്, മറ്റേതിൽ 5 കുറഞ്ഞിട്ടുണ്ട്. അത് പ്രൈസ് വേരിയൻസ് ഉണ്ടെന്ന് മനസ്സിലായി. ഇവിടെ 50 ഇട്ടാൽ 45 കിട്ടണം. അപ്പൊ 90 കിട്ടാൻ 110 ഇടേണ്ട ആവശ്യമില്ല. 45ന്റെ ഡബിൾ ആണ് 90. അപ്പൊ 50ന്റെ ഡബിളായ 100 ഇട്ടാൽ മതി 90 കിട്ടാൻ. അപ്പൊ നമുക്ക് ജസ്റ്റ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് നോക്കുമ്പോൾ ആക്ച്വൽ ഔട്ട്പുട്ട് 90 ആണ്. 50 ഇട്ടപ്പോ 45 കിട്ടുന്നുണ്ടെങ്കിൽ 90 കിട്ടാൻ എത്ര? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇതിനു മുമ്പ് ഒരു ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഇത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ? ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല. ഇത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എങ്ങനെയാ? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഓഫ് ഇൻപുട്ട് ഡിവൈഡഡ് ബൈ ആക്ച്വൽ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ഇൻറ്റു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഓഫ് ഇൻപുട്ട് അഥവാ 50, സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് അഥവാ 45. 50 ഇട്ട് 45 കിട്ടണം എങ്കിൽ ആക്ച്വലി കിട്ടിയ 90 കിട്ടാൻ അഥവാ ആക്ച്വൽ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് കിട്ടാൻ എത്ര ഇൻപുട്ട് ചെയ്യണമായിരുന്നു? ആൻസർ ഈസ് 100. ഇതിനെയാണ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ റേഷ്യോ നോക്കുക. നെക്സ്റ്റ് റേഷ്യോ എന്താ വരുന്നത്? 3:2. 30:20 ആണ് റേഷ്യോ വരുന്നത്. അപ്പൊ 3:2 റേഷ്യോ വരുമ്പോ നമുക്ക് 100 ക്വാണ്ടിറ്റി ആണല്ലോ സ്റ്റാൻഡേർഡ്. 100ന്റെ 3 ഭാഗം എന്ന് പറയുന്നത് 60, 2 ഭാഗം എന്ന് പറയുന്നത് 40. 3:2. റേഷ്യോ കണ്ടുപിടിക്കാൻ ഇനി പഠിക്കേണ്ട ആവശ്യമില്ല. 100 ഡിവൈഡ് ബൈ 3, 2, 5 ഇൻറ്റു 3 അടിച്ചു കഴിഞ്ഞാൽ 60 കിട്ടും. 100 ഡിവൈഡ് ബൈ 5 ഇൻറ്റു 2 അടിച്ചു കഴിഞ്ഞാൽ 40 കിട്ടും. ഓക്കെ, എന്താ ഈ 5 എന്താ? 3 പ്ലസ് 2 = 5. 5 ഭാഗമാണുള്ളത്. 100നെ 5 ഭാഗമാക്കി കഴിഞ്ഞാൽ 3 ഭാഗം എക്കും 2 ഭാഗം എന്താണ്? ബിക്കും ആണ്. കോൺസെപ്റ്റ്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് യൂസേജുമായി ബന്ധപ്പെട്ടിട്ടാണ്. 100 കിലോഗ്രാം ആണ് ഉപയോഗിക്കേണ്ടിയിരുന്നത്, നമ്മൾ ആക്ച്വലി 110 കിലോഗ്രാം ഉപയോഗിച്ചു. അപ്പോ റേഷ്യോ പ്രകാരം 60-40 ആണ് വരേണ്ടത്. നെക്സ്റ്റ് നമ്മൾ 100ന് പകരം 110 ഉപയോഗിച്ചു. ആയിക്കോട്ടെ, 100ന് പകരം 110 ഉപയോഗിച്ചു. അപ്പോ റേഷ്യോ കറക്റ്റ് ആണോ? മിക്സ് വേരിയൻസുമായി ബന്ധപ്പെട്ടാണ്. ഇത് മിക്സ് വേരിയൻസുമായി ബന്ധപ്പെട്ടാണ്. മിക്സ് കറക്റ്റ് ആണോ? 100ന് പകരം 110 ഉപയോഗിച്ചു. മിക്സ് കറക്റ്റ് ആണോ? മിക്സ് കറക്റ്റ് ആണോ? 100ന് പകരം 110 ഉപയോഗിച്ചു. അപ്പൊ 110 ആണ് ഉപയോഗിക്കുന്നെങ്കിൽ മിക്സ് 3:2 ആണ് നമ്മുടെ മിക്സ്. ആ മിക്സിലേക്ക് നമ്മൾ പോവാണെങ്കിൽ 66-44 വരേണ്ടത്. നിങ്ങൾ 66-44 ആണോ? ക്വസ്റ്റ്യൻ നോക്കുക. നമ്മൾ 44-66 നേരെ തിരിച്ചാ വന്നേ. മിക്സ് തെറ്റിച്ചു. അപ്പൊ മിക്സിന്റെ വേരിയൻസ് ഉണ്ട്. അപ്പോ 44-66 ഈ രീതിയിലാണ് വന്നിട്ടുള്ളത്. മിക്സിൽ തെറ്റുണ്ട്. മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ എം വൈ വി കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം വേണമെങ്കിൽ നമുക്ക് പറയാം. അത് ഞാൻ നേരത്തെ 3 എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടില്ല. കാരണം നമുക്ക് 2 സ്റ്റെപ്പോട് കൂടി തന്നെ എല്ലാ ഇക്വേഷനും ഫുൾഫിൽ ചെയ്യാൻ പറ്റും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആൻസർ കണ്ടെത്താൻ പറ്റും. എം വൈ വി കാണാൻ വേണ്ടി ഞാൻ വേറൊരു ഇക്വേഷൻ പറഞ്ഞിരുന്നു. ആ ഇക്വേഷൻ രൂപത്തിലാണ് ചെയ്യുന്നതെങ്കിൽ മൂന്നാമത്തെ സ്റ്റെപ്പ് നമുക്ക് നോക്കാം എങ്ങനെ വരുന്നതാണ്. ജസ്റ്റ് നോക്കാം. നമ്മള് 50 കിലോഗ്രാം ഇൻപുട്ട് ചെയ്യുമ്പോൾ 45 കിട്ടണമെങ്കിൽ 110 കിലോഗ്രാം ഇൻപുട്ട് ചെയ്യുമ്പോൾ 99 കിട്ടണം അല്ലെ? കാരണം 90% ആണ് പ്രൊഡക്ടിവിറ്റി. അപ്പൊ 110 90% 99 ആണ്. നമുക്ക് 90 കിട്ടും. 9 കിലോഗ്രാമിന്റെ ഈൽഡിൽ നഷ്ടമുണ്ടെന്ന് ഒറ്റയടിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് ഇവിടെ പറയുന്നത്. നേരത്തെ പറഞ്ഞില്ല. മൂന്നാമത്തെ സ്റ്റെപ്പ് ഒറ്റയടിക്ക് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഈൽഡിൽ എന്തുണ്ട്? ഈൽഡിൽ വേരിയൻസ് ഉണ്ട്. എത്ര ഈൽഡിൽ വേരിയൻസ്? 90 ആണ് നമുക്ക് കിട്ടിയത്. 99 കിട്ടുമായിരുന്നു. 9 കിലോഗ്രാം ഈൽഡിൽ വേരിയൻസ് ആണ്. ക്ലിയർ? 1 മിനിറ്റ്.
ഓക്കെ. അപ്പോൾ 9 കിലോഗ്രാം ഈൽഡ് വേരിയൻസ്, അതിന് നമുക്ക് നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ഈ ഒരു ഏരിയ പ്രൊഡക്ഷൻ കോസ്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈൽഡ് വേരിയൻസും കിട്ടും. അഥവാ 30 കിലോഗ്രാം ഇൻറ്റു 20 എന്ന് പറയുന്നത് 600 രൂപയാണ്. 10 ഇൻറ്റു 20 200 രൂപയാണ്. മൊത്തം 800 രൂപയാണ് ഇതിന് കോസ്റ്റ്. 45 കിലോഗ്രാം പ്രൊഡ്യൂസ് ചെയ്യാൻ 800 രൂപ കോസ്റ്റ് ആവും. അങ്ങനെയെങ്കിൽ 9 കിലോഗ്രാം കോസ്റ്റ് പ്രൊഡക്ഷൻ ലോസിൽ നമുക്ക് എത്ര കോസ്റ്റ് വരുന്നതാണ് ഈൽഡ് വേരിയൻസും ഉദ്ദേശിക്കുന്നത്. സ്റ്റെപ്പ് 2 വരെ ചെയ്താൽ മതി. ഇക്വേഷൻ കാണാതെ പഠിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. അപ്പൊ സ്റ്റെപ്പ് 2 MCV മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് അഥവാ MPVയും MUVയും ആഡ് ചെയ്താലാണ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് കിട്ടുക. അല്ലെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ഉണ്ട് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ പ്രൈസ്. അത് അപ്ലൈ ചെയ്താലും മതി. ഇവിടെ നമുക്ക് MPV സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ് ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി. സ്റ്റാൻഡേർഡ് പ്രൈസ് ക്വസ്റ്റിനുണ്ട് 20, 25, 5 രൂപയുടെ നഷ്ടമുണ്ട്. 44 കിലോഗ്രാം ആണ് എ ഉപയോഗിച്ചത്, 220 രൂപ നഷ്ടം. ബിയുടെ കേസിൽ 10 രൂപയാണ് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തത്, പക്ഷെ 5 രൂപയെ ചെലവായിട്ടുള്ളൂ. അപ്പൊ 5 രൂപ ലാഭമാണ്. 66 കിലോ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പൊ 330 രൂപ ഫേവറബിൾ ലാഭം ഫേവറബിൾ ആണ്. അപ്പൊ 110 ഫേവറബിൾ ആണ്, ലാഭമാണ്. പ്രൈസിൽ ലാഭമാണ് ഉണ്ടായിരിക്കുന്നത്, ഫേവറബിൾ നഷ്ടം ഉണ്ടായിട്ടില്ല പ്രൈസിൽ. അപ്പൊ മെറ്റീരിയലിന്റെ പ്രൈസ് വേരിയൻസ് എന്ന് പറയുന്നത് നമുക്ക് അനുകൂലമാണ്. ഓക്കെ. യൂസേജ് വേരിയൻസ് ഇക്വേഷൻ അറിയാം. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ കണ്ടെത്തിയിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്താ? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇതോ 60ഉം 40ഉം ആണ് 100 കിലോഗ്രാമിന്റെ റേഷ്യോ വെച്ച് ചെയ്യുമ്പോൾ, അഥവാ 90 കിലോഗ്രാം പ്രൊഡക്ഷനിൽ 60ഉം 40ഉം ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമ്മൾ ഉപയോഗിച്ചത് 60ഉം 40ഉം ഉപയോഗിക്കുന്നതിന് പകരം ആക്ച്വലി 44ഉം 66 ഉപയോഗിച്ചു. റേറ്റ് ക്വസ്റ്റ്യനിലുണ്ട്. അപ്പോ ഒന്നാമത്തെ കേസിൽ 60 ഉപയോഗിക്കുന്നതിന് ഒരു 44 ഉപയോഗിച്ചിട്ടുള്ളൂ. 16 കിലോഗ്രാം കുറവാണ്, ലാഭമാണ്, ഫേവറബിൾ ആണ്. രണ്ടാമത്തെ കേസിൽ 40 ഉപയോഗിക്കുന്നതിന് 66 ഉപയോഗിച്ചു, 26 കിലോഗ്രാം അധികമാണ്, നഷ്ടമാണ്. അപ്പൊ രണ്ടും കൂടി നോക്കുമ്പോൾ നെറ്റ് ലാഭമാണ്. കാരണം എയുടെ കേസിൽ 320 രൂപ ലാഭമുണ്ട്, ബിയുടെ കേസിൽ 260 രൂപ എന്തുണ്ട്? നഷ്ടമാണ്. നെറ്റ് ലാഭമാണ് യൂസേജ് വേരിയൻസ്. അപ്പോ പ്രൈസ് വേരിയൻസിൽ ലാഭം, യൂസേജ് വേരിയൻസിലും ലാഭം. ഇനി ഈ പ്രൈസും യൂസേജും തമ്മിലുള്ള അഡീഷൻ, പ്രൈസ് യൂസേജും കൂടി ആഡ് ചെയ്താൽ 110 പ്ലസ് 60 170 ആയിരിക്കും എന്ത് ടോട്ടൽ വേരിയൻസ്. MCV നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വെരിഫൈ ചെയ്ത് നോക്കാം. MCVയുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ തന്നെ നമുക്ക് കിട്ടും. MCVയുടെ ഇക്വേഷൻ അറിയാലോ, സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ പ്രൈസ്. ഇത് എക്കും ബിക്കും അപ്ലൈ ചെയ്ത് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 170 കിട്ടണം. വെരിഫൈ ചെയ്യാവുന്നതാണ്. അപ്പൊ സ്റ്റെപ്പ് 1മായി ബന്ധപ്പെട്ടിട്ടുള്ള 2 ഇക്വേഷൻ കഴിഞ്ഞു. സ്റ്റെപ്പ് 2മായി ബന്ധപ്പെട്ടിട്ടുള്ള ഇക്വേഷൻസ് ആണ് MMVയും MYVയും. MMVയുടെ ഇക്വേഷൻ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി സ്റ്റാൻഡേർഡ് പ്രൈസ്. അതായത് നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ കണ്ടെത്തിയിട്ടുണ്ട് 110 ആക്ച്വലി ഇൻപുട്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ റേഷ്യോയിൽ വരുമ്പോൾ 66 വരേണ്ടത്, അഥവാ RSQ 66 വരേണ്ടത്. ആക്ച്വലി പക്ഷെ 44 ഇട്ടിട്ടുള്ളൂ. റേഷ്യോ പ്രകാരം നമ്മൾ തെറ്റിച്ചു, പ്രൊഡക്ഷൻ ടീം തെറ്റിച്ചു. 66 ഇടേണ്ടതിന് പകരം 44 ഇട്ടിട്ടുള്ളൂ. ബിയുടെ കേസിൽ 44 ഇടേണ്ടതിന് പകരം 66 ഇട്ടത്. ഇപ്പൊ അവിടെയും വേരിയൻസ് ഉണ്ട്. അപ്പോ 66 44 വരുമ്പോൾ 22 കിലോഗ്രാം ആണ് വ്യത്യാസം. 66 ഇടേണ്ടത് 44 ഇട്ടിട്ടുള്ളൂ, ലാഭമാണ്. 440 ഫേവറബിൾ ആണ്. ബിയോ 44 ഇടേണ്ടതിന് പകരം 66 ഇട്ടു, നേരെ തിരിച്ച്. അപ്പൊ 220 അഡ്വേഴ്സ് ആണ്. അപ്പൊ നെറ്റ് എഫക്ട് എന്താ? MMV 220. MYVയുടെ കേസിലോ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. നേരെ ഇക്വേഷനിൽ കണ്ടൻസ് നമ്മൾ സ്റ്റെപ്പ് 2 കണ്ടെത്തി. സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് 1 ഉണ്ട്. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി സ്റ്റെപ്പ് 1, റിവേഴ്സ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി സ്റ്റെപ്പ് 2 ഉണ്ട്. 60 മൈനസ് 66 20 120 നഷ്ടം. 40 മൈനസ് 44 ഇൻറ്റു 10 40 നഷ്ടം. നെറ്റ് 160 നഷ്ടം. അപ്പൊ MMV MYV ആഡ് ചെയ്താൽ 220 പോസിറ്റീവ് ആണ്, 220 പോസിറ്റീവ് ആണ്, 160 നെഗറ്റീവ് ആണ്. അപ്പൊ നെറ്റ് 60 ഫേവറബിൾ ആയിരിക്കും. ഈ MMVയും MYV ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് എന്ത്? MUV. ഇപ്പൊ വെരിഫൈ ചെയ്യാവുന്നതാണ്. MUV is equal to MMV പ്ലസ് MYV. ഓക്കെ. അപ്പൊ നമ്മൾ ഓൾറെഡി MUV നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്, 60 ഫേവറബിൾ ആണ്. അപ്പൊ MMVയും MYV ആഡ് ചെയ്തപ്പോൾ നമുക്ക് 60 തന്നെയാണ്
ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. വളരെ ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് കൺഫ്യൂഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ഒന്നുമല്ല. വളരെ ചെറിയ, നമുക്കൊരു ഈസി ആയിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിലാണ് അത് വരുന്നത്. ക്ലിയർ? ഇതിൽ നമ്മൾ M5 മറ്റേ ഇക്വേഷനിൽ ചെയ്തിട്ടില്ല, വേണമെങ്കിൽ ചെയ്തു നോക്കാം. അത് ജസ്റ്റ് M5 നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്തു നോക്കാം. M5 എന്താണത്? ആക്ച്വൽ ഈൽഡ് ക്വസ്റ്റ്യനിലുണ്ട്. ആക്ച്വലി എത്ര പ്രൊഡ്യൂസ് ചെയ്തു? 90 kg ആ പ്രൊഡ്യൂസ് ചെയ്തത്, മൈനസ് സ്റ്റാൻഡേർഡ് ഈൽഡ്. സ്റ്റാൻഡേർഡ് ഈൽഡ് എത്രയാ? തൊട്ട് മുകളിൽ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. എങ്ങനെ? ക്വസ്റ്റ്യനിൽ ഈ സംഭവം 110 കിലോഗ്രാം ഇൻപുട്ട് ചെയ്താൽ 90% പ്രൊഡക്ടിവിറ്റിയിൽ നമുക്ക് എന്ത് കിട്ടണം? 99 കിലോഗ്രാം ഔട്ട്പുട്ട് കിട്ടണ്ടേ? നമുക്ക് 90 കിട്ടിയിട്ടുള്ളൂ. സ്റ്റാൻഡേർഡ് ഈൽഡ് എന്ന് പറയുന്നത് 99 കിട്ടേണ്ടത്. കിട്ടണം, ഷുഡ് ബി 99. ആക്ച്വലി ഹാപ്പൻഡ് 90. അപ്പം സ്റ്റാൻഡേർഡ് ഈൽഡ് 90 കിലോഗ്രാം ഇൻറ്റു ആവറേജ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് കോസ്റ്റ് പെർ യൂണിറ്റ്. ആവറേജ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ, അങ്ങനെയുള്ള ഏതാ? ജസ്റ്റ് നോക്കാം, ഇവിടെ തന്നെ നോക്കാം. 30 × 20 600 രൂപ. 20 കിലോഗ്രാം ഇൻറ്റു 10 200 രൂപ. ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ 600 200 800 രൂപ. ടോട്ടൽ കോസ്റ്റ് മെറ്റീരിയലുമായി ബന്ധപ്പെട്ടിട്ട് ടോട്ടൽ കോസ്റ്റ്, പ്രൊഡക്ഷൻ കോസ്റ്റ് അല്ല, മെറ്റീരിയൽ കോസ്റ്റ് 800 രൂപ ഫോർ 45 kg. 45 കിലോഗ്രാം അല്ല പ്രൊഡക്ഷൻ പറഞ്ഞത്. അപ്പോ ഒരു യൂണിറ്റ് എത്ര? 800 ഡിവൈഡ് ബൈ 45. 800 ഡിവൈഡ് ബൈ 45 എന്ന് പറയുമ്പോൾ എത്ര കോസ്റ്റ് വരും? 800 ഡിവൈഡ് ബൈ 45 കാൽക്കുലേറ്ററിൽ നോക്കേണ്ടി വരും. കാൽക്കുലേറ്ററിലൂടെ 800 ഡിവൈഡ് ബൈ 45 ഏകദേശം 18 അങ്ങനെ എന്തോ ഒരു എമൗണ്ട് ആണ് വരിക. 17.77 റൗണ്ട് ചെയ്യാം. 17.78. ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ മെറ്റീരിയൽ കോസ്റ്റ് വരുന്നത് 17.78 വരണം. സ്റ്റാൻഡേർഡ് ആണ്. അപ്പോ നമുക്കിവിടെ നഷ്ടം എത്രയാ? നഷ്ടം നമുക്ക് വരുന്നത് 9 കിലോഗ്രാം ലോസാ. 99 കിട്ടേണ്ടടുത്ത് ജസ്റ്റ് കിട്ടിയിരിക്കുന്നത് 90 കിലോഗ്രാം ആണ്. 17.78 വെച്ചിട്ട് നമുക്ക് എത്ര ലോസ് വന്നു? ഇൻറ്റു 9 160 അഡ്വേഴ്സ്. 160 നമുക്ക് നേരത്തെ M5 മറ്റേ ഇക്വേഷൻ വെച്ച് കിട്ടിയത്. അപ്പൊ ഒന്നുകിൽ ആ ഇക്വേഷൻ വെച്ച് ചെയ്യാം. ഈ കോൺസെപ്റ്റില് ക്ലാരിറ്റി കുറവുള്ളവരുണ്ടെങ്കിൽ ഇക്വേഷൻ വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഈ രീതി ചെയ്യാം. കോൺസെപ്ച്വലി ഞാൻ ചെയ്യുന്നത്, പ്രിഫർ ചെയ്യുന്നത് കോൺസെപ്ച്വലി എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്നത് ഈ ഒരു സംഗതിയാണ്. കാരണം നമ്മളെല്ലായ്പ്പോഴും നമ്മളൊരു പ്രൊഫഷണൽ കോഴ്സാണ് പഠിക്കുന്നത് നമുക്കറിയാം. അപ്പൊ കോൺസെപ്റ്റ് സെറ്റ് ആക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്തൊരു ക്വസ്റ്റ്യൻ. The standard material cost for a normal mix of 1 ton of chemical X is based on. ഒരു ടണ്ണ് കെമിക്കൽ എക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്
ഉള്ള സ്റ്റാൻഡേർഡ് ആണ് താഴെ ടേബിളിൽ തന്നിരിക്കുന്നത്. 3 കെമിക്കൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ടണ്ണ് കെമിക്കൽ എക്സ് എന്ന് പറഞ്ഞ കെമിക്കൽ ഉണ്ടാക്കുന്നത് 3 ടൺ ഉപയോഗിച്ചിട്ടാണ്. 3 ടണ്ണല്ല, 3 കെമിക്കൽ ഉപയോഗിച്ചിട്ടാണ്. അപ്പോ എ എന്ന് പറയുന്ന കെമിക്കല് 240 കിലോഗ്രാം ആണുള്ളത്. ബി 400 കിലോഗ്രാം ഉപയോഗിക്കണം. സി 640 കിലോഗ്രാം ഉപയോഗിക്കണം. പ്രൈസ് തന്നിട്ടുണ്ട് 6, 12, 10 ഓരോ കെമിക്കലിന്റെയും പ്രൈസ് പെർ കെ ജി ആണ് തന്നത്. ടൺ എന്ന് പറയുമ്പോ ടൺ എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് അറിയില്ലേ? 1 ടൺ ഈസ് ഈക്വൽ ടു 1000 kg. ഒന്നുകിൽ എല്ലാം കെ ജിയിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ എല്ലാം ടണ്ണിലേക്ക് മാറ്റാം. രണ്ട് ധ്രുവത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടത്തെറ്റായിരിക്കും. അപ്പൊ 1000 കിലോഗ്രാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എ 250 കിലോഗ്രാം, ബി 400 കിലോഗ്രാം, സി 640 കിലോഗ്രാം ഉപയോഗിക്കണം. ഷുഡ് ബി സ്റ്റാൻഡേർഡ് ആണ്. 200, 400, 600 1280 കിലോഗ്രാം മൊത്തം ഉപയോഗിച്ചാൽ 1000 കിലോഗ്രാം പ്രൊഡക്ഷൻ നടത്തും. 250 കിലോഗ്രാം ലോസ് ആയിട്ടോ മറ്റോ പോകും. പ്രൈസ് വന്നിട്ടുണ്ട്. ഇനി മൊത്തം 1000 കിലോഗ്രാം ആണല്ലോ പ്രൊഡക്ഷന്റെ സ്റ്റാൻഡേർഡ് വന്നിരിക്കുന്നത്. പക്ഷെ ഇവർ 6.25 ടൺ 6.25 ടൺ എന്ന് പറഞ്ഞാൽ 6.25 ടൺ എന്ന് പറഞ്ഞാൽ എത്ര കിലോ വരും? 6250 കിലോഗ്രാം വരും. ചായപ്പൊടിയുടെ കഥ ഓർമ്മിച്ചാൽ മതി. ഒരു ചായ ഉണ്ടാക്കാൻ 2 ടീസ്പൂൺ എന്ന് പറയുമ്പോൾ 6 ചായ ഉണ്ടാക്കാൻ 12 ടീസ്പൂൺ. അതുപോലെ കൺസിഡർ ചെയ്താൽ മതി. അപ്പോ അത് ഇവിടെ എ എം ബി സി ഇങ്ങനെ കണ്ട് നമ്മൾ ചായപ്പൊടിയുടെ എക്സാമ്പിൾ ജസ്റ്റ് ചായപ്പൊടി മാത്രമേ പറഞ്ഞുള്ളൂ. ഇവിടെ മിക്സ് ആണ്. അപ്പോ എയും ബിയും സിയും 1.6 ടൺ. ഇപ്പൊ 6250 കിലോഗ്രാമിന് 1.6 ടണ്ണ് നമ്മൾ എന്ത് ചെയ്തു? എ ഉപയോഗിച്ചു. 1600 kg ഉപയോഗിച്ചു. ബി 2400 kg ഉപയോഗിച്ചു. സി 4500 kg ഉപയോഗിച്ചു. ഓക്കെ, ടോട്ടൽ കോസ്റ്റ് ആണുള്ളത്, പെർ യൂണിറ്റ് ഒന്നല്ല. സാധാരണ മുകളിൽ പ്രൈസ് പെർ യൂണിറ്റ് തന്നപ്പോ ഇവിടെ കോസ്റ്റ് ടോട്ടൽ തന്നെ. അപ്പൊ പെർ യൂണിറ്റ് 200 / 1600 അടിച്ചാൽ പെർ യൂണിറ്റ് കിട്ടും. 30,000 / 2400 അടിച്ചാലും പെർ യൂണിറ്റ് കിട്ടും. 47,250 / 4500 അടിച്ചാലും എന്ത് കിട്ടും? പെർ യൂണിറ്റ് കോസ്റ്റ് കിട്ടും. 1 മിനിറ്റ്, ചെറിയൊരു ടെക്നിക്കൽ എറർ ഉണ്ട്, സോറി. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യന് നമുക്ക് എന്ത് ചെയ്യാം? ഒരു നേരത്തെ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്ത പോലെ അങ്ങ് റെപ്രസെന്റ് ചെയ്യാം. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് റെപ്രസെന്റ് ചെയ്ത് നോക്കാം, എങ്ങനെയാണ് വരച്ചു നോക്കാം. സ്റ്റാൻഡേർഡും ആക്ച്വൽ ആണ് നമുക്കുള്ളത്. സ്റ്റാൻഡേർഡിനും ആക്ച്വലിനും കമ്പയർ ചെയ്യുന്നതാണല്ലോ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ടെക്നിക്കിൽ ഉള്ളത്, വേരിയൻസ് അനാലിസിസ് ചെയ്യുന്നത്. ഇപ്പൊ 250 കിലോഗ്രാം എ, 400 കിലോഗ്രാം ബി, 650 കിലോഗ്രാം സി, 1280 കിലോഗ്രാം മൊത്തം കെമിക്കൽ ഉപയോഗിച്ചുകൊണ്ട് 1000 കിലോഗ്രാം സിഒ, എന്താണ് ഇതിന്റെ പേര്? ഏതോ ഒരു സി അല്ല, എക്സ് അല്ല, നമ്മുടെ പ്രൊഡക്റ്റ് എക്സ് എന്ന് പറയുന്ന ഒരു കെമിക്കലാണ്. അതാണ് പ്രൊഡക്ഷൻ നടത്തേണ്ടത്. ആക്ച്വലി സംഭവിച്ച പ്രൈസ് തന്നിട്ടുണ്ടേ. പ്രൈസ് നോക്കാം, 6, 12, 10. അപ്പൊ ആക്ച്വലി സംഭവിച്ചതോ 1600 കിലോഗ്രാം എ, 2400 കിലോഗ്രാം ബി, 4500 കിലോഗ്രാം സി, മൊത്തം 8500 കിലോഗ്രാം ഉപയോഗിച്ചു. അപ്പോൾ 1000 കിലോഗ്രാം പ്രൊഡ്യൂസ് ചെയ്യാൻ 1250 കിലോഗ്രാം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 6250 കിലോഗ്രാം പ്രൊഡ്യൂസ് ചെയ്യാൻ 8500 കിലോഗ്രാം ഉപയോഗിച്ചു. കറക്റ്റ് ആണോ? തെറ്റിയിട്ടുണ്ടോ? അല്ലെങ്കിൽ യൂസേജിൽ വ്യത്യാസമുണ്ടോ? പ്രൈസിൽ വ്യത്യാസം ഉണ്ടോ എന്ന് ഒന്ന് നോക്കാം. 6 എയുടെ പ്രൈസ് പറഞ്ഞത്, ആക്ച്വലി 7 എങ്ങനെ 7 ടോട്ടൽ 11,200 വരുന്നത്. അത് 1600 കിലോഗ്രാമിനാണ്.
അപ്പോൾ 1 കിലോഗ്രാമിന് 7 വരും. ബിയുടെ പ്രൈസിൽ 12 പറഞ്ഞിരിക്കുന്നത്, 12.5 സിയുടെ പ്രൈസ് 10 പറഞ്ഞിരിക്കുന്നത്, 10.5 അപ്പം പ്രൈസിൽ എല്ലാത്തിന്റെ പ്രൈസിലും വ്യത്യാസമുണ്ട്. 1 രൂപ എക്ക് കൂടിയിട്ടുണ്ട്, 50 പൈസ 50 പൈസ ബിക്ക് കൂടിയിട്ടുണ്ട്, 50 പൈസ സിക്കും കൂടിയിട്ടുണ്ട്. അപ്പൊ പ്രൈസിൽ വ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലായി, വേരിയൻസ് ഉണ്ടെന്ന് മനസ്സിലായി. യൂസേജിൽ വേരിയൻസ് ഉണ്ടോ എന്നുള്ളതാണ് നെക്സ്റ്റ് പ്രശ്നം. 1250 കിലോഗ്രാം മിക്സ് ചെയ്തിട്ട് 1000 കിലോഗ്രാം പ്രൊഡക്ഷൻ ലഭിക്കണം. അപ്പൊ 8500 കിലോഗ്രാം യൂസ് ചെയ്താൽ 6250 കിലോഗ്രാം പ്രൊഡക്ഷൻ കിട്ടിയാൽ മതിയോ? ഈൽഡിൽ അഥവാ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് പ്രശ്നമാണ്, ഈൽഡിന്റെ പ്രശ്നമാണ്. ഇനിയോ 6250 കിലോഗ്രാം കിട്ടാൻ 8500 ഉപയോഗിക്കേണ്ടതുണ്ടോ? ഉണ്ടോ? അപ്പോഴാണ് നമ്മൾ മറ്റേ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. ഏതാ ഇക്വേഷൻ? നമ്മള് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഓഫ് ഇൻപുട്ട് ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്. 1280 ഡിവൈഡ് ബൈ 1000 ഇൻറ്റു 6250. അപ്പൊ നമുക്ക് കറക്റ്റ് എന്ത് കിട്ടും? 1000 കിട്ടാൻ വേണ്ടിയിട്ട് 1280 ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 6250 കിട്ടാൻ വേണ്ടിയിട്ട് എത്ര ഉപയോഗിക്കണം? 8000 ഉപയോഗിച്ചാൽ മതി. ഇതാണ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. അല്ലാതെ ക്വസ്റ്റ്യനിൽ ഇത് എടുത്തേക്കരുത്, ഇത് ജസ്റ്റ് ഫോർ 1000-നാണ്. നമ്മൾ 6250 കാര്യമാണ് പറയുന്നത്. അപ്പൊ 6250 എത്ര, ഇതനുസരിച്ച് എത്ര വേണം, ഈ റേഷ്യോ അനുസരിച്ച് എത്ര വേണം 6250? അപ്പൊ 1240 ആണെങ്കിൽ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി, 240 × 6.25. അപ്പോൾ നമുക്ക് കിട്ടും, ഓരോന്നും കിട്ടും. അപ്പൊ 8000 ആണ് വേണ്ടത്. അപ്പൊ 8000-ന് നമ്മൾ 24:40:64, അതായത് റേഷ്യോ, ഈ റേഷ്യോ 24:40:64. ഇത് അങ്ങനെ അല്ലാതെ ഇങ്ങനെയും ചെയ്യാം. 1240 ആണെങ്കിൽ 6250 എത്ര വരും? 6.25. 400 × 6.25, 640 × 6.25. അപ്പോഴും നമുക്ക് എന്ത് കിട്ടും? എ 1000 കിലോഗ്രാം, എ 1500 വേണം, ബി 2500 വേണം, സി 4000 വേണം ഈ പ്രൊഡക്ഷന്. ശരിക്കും ഇതാ മിക്സ്, ഇതാണ് ഇതിന്റെ മിക്സ്. അപ്പൊ ഇതിന് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് 1500 കിലോഗ്രാം, 2500 കിലോഗ്രാം, 4000 കിലോഗ്രാം, മൂന്നും കിട്ടി. ടോട്ടൽ നമുക്ക് വരേണ്ടത് 8000 കിലോഗ്രാം ആണ്. നമ്മൾ ആക്ച്വലി എടുത്തിരിക്കുന്നത് എത്രയാ? 8500 കിലോഗ്രാം. അപ്പൊ 500 കിലോഗ്രാം അധികം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ യൂസേജ് വേരിയൻസ് ഉണ്ടെന്ന് മനസ്സിലായി. എ 1600 ഉപയോഗിച്ചു, എ ആക്ച്വലി റേഷ്യോ പ്രകാരം 1500 ഉപയോഗിക്കേണ്ടതുള്ളൂ. ബി 2400 ഉപയോഗിച്ചു, ബി ആക്ച്വലി 2500 ഉപയോഗിക്കാം, കുറവാണ്, ഉപയോഗിച്ചത് കുറഞ്ഞു. സി 4500 ഉപയോഗിക്കേണ്ടത്, ഉപയോഗിച്ചത് 4000 ഉപയോഗിച്ചിട്ടുള്ളൂ. സോറി, 4500 സി ഉപയോഗിച്ചത്, 4000 ഉപയോഗിക്കാൻ പാടുള്ളൂ സ്റ്റാൻഡേർഡ് പ്രകാരം, റേഷ്യോ പ്രകാരം. ഇത് ഈ റേഷ്യോ രൂപത്തിൽ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എങ്ങനെ ചെയ്യാം? നേരത്തെ പറഞ്ഞ പോലെ 240 × 6.25. അതെന്തുകൊണ്ട് 6.25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? 1-ന് 240 ആണെങ്കിൽ 6.25 ടണ്ണിന് എത്ര? 1500. ബി 400 പറഞ്ഞിരിക്കുന്നത്, 1-ന് 400 ആണെങ്കിൽ 6.25 ടണ്ണിന് എത്ര? 2500. സി 640 പറഞ്ഞിരിക്കുന്നത്, 640 × 6.25 ടണ്ണിന് എത്ര? 4000. ഇത് നമ്മുടെ യൂസേജ് വേരിയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി യൂസ് ചെയ്തത് അധികം തന്നെ പോട്ടെ, 8000 ഉപയോഗിക്കേണ്ടത് 8500 ഉപയോഗിച്ചു, ആക്ച്വലി ഉപയോഗിച്ചു. ഈ 8500 ഉപയോഗിച്ചിരിക്കുന്നത് കറക്റ്റ് പ്രൊപ്പോർഷനിലാണോ? ഏതാ പ്രൊപ്പോർഷൻ? 240:40:400:650, അതായത് 24:40:64. വേണമെങ്കിൽ ഒന്നുകൂടി ചുരുക്കി കഴിഞ്ഞാൽ അങ്ങനെ ഒരു 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുമോ? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? 6:10:16, അങ്ങനെ ആ റേഷ്യോ എടുക്കാം. അപ്പൊ 8500 ആണ് ഉപയോഗിച്ചതെങ്കിൽ അതിന്റെ മിക്സ് കറക്റ്റ് ആണോ എന്ന് നോക്കുന്നതാണ് റിവൈസ്ഡ് ആക്ച്വൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. ഇത് ഏത് റേഷ്യോക്ക് വേണ്ടിയിട്ടാ? ഇതിന് വേണ്ടിയിട്ടാ? മിക്സ് വേരിയൻസ് ആൻഡ് ഈൽഡ് വേരിയൻസ് രണ്ടിനും നമുക്കിത് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം.
അപ്പോ ആ റേഷ്യോയിൽ നോക്കുമ്പോൾ 1593.75 കിലോഗ്രാം എ ഉപയോഗിക്കണം ആ റേഷ്യോ പ്രകാരം. 656.25 ബി ഉപയോഗിക്കാം. 4250 സി ഉപയോഗിക്കണം. പക്ഷെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ആക്ച്വലി വേറെയാണ്. ആക്ച്വലി എത്ര ഉപയോഗിച്ചിരിക്കുന്നത്? 1600, 2400, 4500. ആക്ച്വലി ഉപയോഗിച്ചിരിക്കുന്നത് 1600, 2400, 4500. ഇത് ആർ എസ് ക്യൂ, ഇത് എ ക്യൂ. ആർ എസ് ക്യൂ, എ ക്യൂ, ആർ എസ് ക്യൂ, എ ക്യൂ. ഇപ്പൊ വ്യത്യാസം ഉണ്ടെങ്കിൽ ആ വ്യത്യാസം തന്നെയാണ് നമ്മൾ അതിന്റെ വ്യത്യാസം. സോറി, വീണ്ടും ബ്രോഡ്കാസ്റ്റിംഗ് പോയിരിക്കാണ്. ഓക്കെ, അപ്പൊ ഇനി അങ്ങ് ഇക്വേഷൻ അങ്ങ് സോൾവ് ചെയ്താൽ മതി. എം സി വി നമുക്ക് വെരിഫൈ ചെയ്ത് നോക്കിയാൽ മതി. എം പി വി എന്ന് പറയുമ്പം പ്രൈസ് വേരിയൻസിന് ഇക്വേഷൻ എന്താ? ജസ്റ്റ് ഇട്ട് നോക്കുക. പ്രൈസ് വേരിയൻസിന് ഇക്വേഷൻ സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ് ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി. ആ ഇക്വേഷൻ ഇടുമ്പോൾ എം പി വി കിട്ടും. MUVയുടെ ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. MMVയുടെ ഇക്വേഷൻ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. MYVയുടെ രണ്ട് സംഭവം ഉണ്ട്. മറ്റെങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. MYVയുടെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. ഈ 4 ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻസ് ഈ പ്രൈസിൻ്റെ നമുക്ക് ക്വസ്റ്റ്യൻ ഡയറക്റ്റ് എടുക്കാം. ഇത് നമുക്ക് സ്റ്റെപ്പ് 1 എടുക്കാം, ഇത് സ്റ്റെപ്പ് 2 എടുക്കാം, ഇത് സ്റ്റെപ്പ് 3 എടുക്കാം. ഓക്കെ, ജസ്റ്റ് MCVയുടെ ഇക്വേഷനും നമുക്ക് ജസ്റ്റ് ഇവിടെ എഴുതാം. അല്ലെങ്കിൽ MPV, MUVയും കൂട്ടിക്കഴിഞ്ഞാൽ MCV കിട്ടും. MCVയുടെ ഇക്വേഷൻ അല്ലെങ്കിൽ എങ്ങനെ വരും? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ പ്രൈസ്. എയും ബിയും സിയും 3 എയും ബിയും സിയും ചെയ്യാം. അപ്പൊ ഇങ്ങനെയാണ് ആൻസർ വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ലേബർ കോസ്റ്റ് വേരിയൻസിന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് വേണമെങ്കിൽ വേറെ പ്രീവിയസ് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വേണം നോക്കാം. LCVയുടെ ഒക്കെ വേറെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ ലേബർ കോസ്റ്റ് വേരിയൻസിലേക്കാണ് പോകുന്നത്. ലേബർ കോസ്റ്റ് വേരിയൻസ് നമുക്ക് നോർമലി MCV അറിയുമെങ്കിൽ ലേബർ കോസ്റ്റ് വേരിയൻസ് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ചെറിയൊരു മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ. ഇവിടെ ഒരു ഐഡിൽ ടൈം എന്ന് പറയുന്ന സംഗതിയെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, ലേബർ കോസ്റ്റ് വേരിയൻസുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാ ഇക്വേഷനും ഒന്നേന്ന് നമുക്ക് തുടങ്ങാം. ജസ്റ്റ് ഇത് ഡിസ്പ്ലേ ചെയ്ത് നിങ്ങൾക്ക് ഇത് മനസ്സിലാവണമെന്നില്ല. ചെറിയ ഡിഫറൻസ് വരുന്ന ഐഡിൽ ടൈം ഉണ്ടാകുന്നതുകൊണ്ടുള്ള ഡിഫറൻസ്. അത് ശരിക്കും മെറ്റീരിയലിന്റെ കേസിൽ യൂസേജിലുള്ള സബ് യൂസേജ് ഉണ്ടാകുമ്പോഴും ഐഡിൽ ടൈം പോലെ എഫക്ട് ചെയ്യുന്നതാണ്. ഇപ്പൊ ലേബർ കോസ്റ്റ് വേരിയൻസ് പൊതുവിൽ LCV അല്ലെങ്കിൽ ടോട്ടൽ ലേബർ വേരിയൻസ് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ലേബർ കോസ്റ്റ് വേരിയൻസ് നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഒന്ന് മിനിറ്റ്,
ഓക്കെ, നമുക്ക് നമ്മുടെ മെറ്റീരിയൽ ഉള്ള പോലെ ചെയ്യാം. LCV രണ്ട് രീതി ചെയ്യാറുണ്ട്, അതുകൊണ്ടാണ്. രണ്ടല്ല, മൂന്നായി തരംതിരിക്കാം. ഓക്കെ, മൂന്നായി തരംതിരിക്കുന്നതിനെ കുറിച്ച് പറയാം. കോസ്റ്റ്, തൊഴിലാളികൾ എംപ്ലോയീസ് പണിയെടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് പണിയെടുത്തിട്ടുണ്ടോ, പണിയെടുക്കുന്നില്ലെങ്കിൽ അവർ എഫിഷ്യൻസിയിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലേബർ കോസ്റ്റ് വേരിയൻസ് ഉണ്ടാവും. ഓക്കെ, അത് ലേബറിന്റെ യൂസേജുമായി ബന്ധപ്പെട്ടിട്ടാണ്. പിന്നെ ലേബറിന്റെ കൂലി നമ്മളൊന്ന് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നു, പക്ഷെ ആക്ച്വലി സംഭവിച്ചിരിക്കുന്ന കൂലി വേറെയാണ്. നമ്മളിപ്പോ വീട് എടുക്കുമ്പോൾ പറയാറുണ്ടല്ലോ, വീട് പണിയുമ്പോഴൊക്കെ ഇപ്പൊ പണിക്കാർക്ക് ഭയങ്കര കൂലിയാണ്. നമ്മൾ സ്റ്റാൻഡേർഡ് 1000 രൂപയാണ് ഒരു ദിവസം ഒരു പണിക്കാരന്റെ കൂലി എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് നമ്മൾ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 1100 1200 ഒക്കെ ആകാം. കാരണം അവരുടെ കൂലി കൂട്ടി, ഇപ്പൊ തൊഴിലാളികൾക്കൊക്കെ ഭയങ്കര കൂലിയാണെന്നുള്ള രീതിയിലേക്കൊക്കെ നമുക്ക് പറഞ്ഞു പോവാറുണ്ട്. അതുപോലെ റേറ്റിൽ വ്യത്യാസം വരാം. അപ്പൊ നമുക്ക് ലേബർ റേറ്റ് വേരിയൻസ്, ലേബർ എഫിഷ്യൻസി വേരിയൻസ്, പറഞ്ഞ സമയത്തിനുള്ളിൽ തീർന്നില്ലെങ്കിൽ എഫിഷ്യൻസിയിൽ പ്രശ്നം വരും, നമ്മുടെ കോസ്റ്റിനെ ബാധിക്കും. അതിനിടയിൽ ഒരു വേരിയൻസും കൂടെ ഉണ്ട്, ഐഡിൽ ടൈം വേരിയൻസ്. നമ്മള് ഇതൊരു അബ്നോർമൽ ടൈം ലോസ് ആണ് ഉദ്ദേശിക്കുന്നത്. നോർമൽ ലോസ് ആണ് നമ്മുടെ വേരിയൻസ്. അബ്നോർമലി വരുമ്പോഴാണ് ഐഡിൽ ടൈം അബ്നോർമൽ വേരിയൻസ് എന്നുള്ള രീതിയിലേക്ക് വരിക. അപ്പോൾ നേരത്തെ മെറ്റീരിയലിന്റെ കേസിൽ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസിന് ഈക്വലന്റ് ആയിട്ടുള്ള സംഗതിയാണ് എന്ത്, ലേബർ റേറ്റ് വേരിയൻസ്. മെറ്റീരിയൽ യൂസേജ് വേരിയൻസിന് ഈക്വൽ ആയിട്ടുള്ള സംഗതിയാണെന്ത്, ലേബർ എഫിഷ്യൻസി വേരിയൻസ്. ഐഡിൽ ടൈമും മെറ്റീരിയലിന്റെ കേസിലും അബ്നോർമലി സംഭവിച്ച് മെറ്റീരിയൽ ലോസ് സംഭവിക്കാം. നമ്മളത് ഡിസ്കസ് ചെയ്താലും നമ്മുടെ സിലബസിൽ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല. സബ് യൂസേജ് വേരിയൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഐഡിൽ ടൈമിന്റെ കേസിൽ മിക്കവാറും ഉണ്ടാവാറുണ്ട്. മെഷീനറി ബ്രേക്ക് ഡൗൺ ആയിപ്പോയി, ഇലക്ട്രിസിറ്റി കട്ടായി പോയി, അതുകൊണ്ടൊക്കെ ഐഡിൽ ടൈം ഉണ്ടാകാം. നോർമലി അലവൻസ് ഉണ്ടാകും ഫുഡ് കഴിക്കാനും മറ്റൊക്കെ. പക്ഷെ അത് കൂടാതെ അബ്നോർമാലിറ്റി ഉണ്ടായി. ഇപ്പൊ ഞാനിപ്പോ എന്റെ വീട്ടില് ഒരു പണിക്കാരനെ എന്റെ പറമ്പിൽ പണി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വരാൻ പറഞ്ഞു എന്നിരിക്കാം. രാവിലെ 10 മണിക്കാണ് ഞാൻ വരാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 10 മണിക്ക് അയാൾ വരും, വൈകിട്ട് 5 മണി വരെ പണി ചെയ്യും. അപ്പൊ ആള് സ്വാഭാവികമായിട്ട് 10 മണി മുതൽ 5 മണി വരെ പണി ചെയ്യുക എന്നുള്ളതാണ് അയാളുടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിനുള്ളിൽ നമ്മൾ ഇന്ന വർക്കുകൾ തീർക്കണം. ആ വർക്കുകൾ തീർന്നില്ലെങ്കിലാണ് അവരുടെ എഫിഷ്യൻസിയിൽ വേരിയൻസ് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ പെട്ടെന്ന് തീർന്നാൽ നമുക്ക് ഫേവറബിൾ ആയിട്ട് വേരിയൻസ് ഉണ്ടാവും എഫിഷ്യൻസിയുടെ കേസിൽ. ടൈമിന്റെ കേസിലോ, റേറ്റിന്റെ കേസിൽ വേരിയൻസ് ഉണ്ടാകുന്നത് എങ്ങനെയാ? ഞാൻ 1000 രൂപ കൂലി കൊടുക്കാന്ന് വെച്ചപ്പോ അയാൾ പറഞ്ഞു ഇപ്പോ നാട്ടില് തൊഴിലാളികൾക്ക് 1100 അല്ലെങ്കിൽ 1000 വേണ്ട 900 മതി എന്ന് അയാൾ പറയുന്നു. ഇങ്ങനെ വരുമ്പോൾ പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ടുള്ള വേരിയൻസ് റേറ്റിൽ ഉണ്ടാകാം. പറഞ്ഞ സമയത്ത് പണി തീരാതിരിക്കുമ്പോഴുള്ള വേരിയൻസ് എഫിഷ്യൻസി വേരിയൻസ് എന്നുള്ള രീതിയിലുണ്ടാകാം. അതിനിടയിൽ 10 മണിക്ക് ഇയാൾ വരുമല്ലോ, ഞാൻ ഇയാൾ വരുന്നത് ഓർമ്മിക്കാതെ ഞാൻ വേറൊരു സ്ഥലത്തേക്ക് പോയി, വീട് പൂട്ടിയിട്ട് പോയി. അപ്പൊ വീട്ടില് ഗേറ്റ് പൂട്ടിയിട്ട് പോയി. ഗേറ്റിൽ പറമ്പിലാണ് പണി ചെയ്യേണ്ടത്. അപ്പൊ ഇയാള് 10 മണിക്ക് കറക്റ്റ് എത്തിയിരുന്നു. ഞാനത് പിന്നെ ഓർത്തില്ലായിരുന്നു. അയാള് എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനൊരു 12 മണിയാകുമ്പോഴത്തേക്ക് എത്തും, ഞാൻ മറന്നുപോയി. സ്വാഭാവികമായിട്ടും അയാൾക്ക് 2 മണിക്കൂർ എന്ത് ചെയ്യാൻ പറ്റിയില്ല, വർക്ക് ചെയ്യാൻ പറ്റിയില്ല. അയാളുടെ തെറ്റല്ല, എന്റെ തെറ്റാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അയാളുടെ എഫിഷ്യൻസി എനിക്ക് അളക്കാൻ പറ്റുമോ? ഇത് 10 മണി മുതൽ 5 മണി വരെ പണി ചെയ്തിട്ട് തീർക്കേണ്ട ഒരു പണിയായിരുന്നു അത്. പക്ഷെ അയാൾക്ക് ഞാൻ ഗേറ്റ് തുറന്നു കൊടുക്കുമ്പോൾ 12 മണിയായിപ്പോയി. അയാളുടെ തെറ്റല്ല, എന്റെ തെറ്റാണ്. അപ്പൊ 12 മുതൽ 5 മണി വരെയാണ് ഇനി അയാൾക്ക് പണി ചെയ്യാൻ പറ്റുക. അപ്പോ അയാൾ പണി പറഞ്ഞ സമയത്ത് തീർന്നില്ല എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. അയാളുടെ എഫിഷ്യൻസി 12 to 5 എന്നുള്ള രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനിടയിൽ 2 മണിക്കൂർ എവിടെ പോയി? ആ 2 മണിക്കൂറിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഐഡിൽ ടൈം, അബ്നോർമൽ ഐഡിൽ ടൈം. അത് നോർമലി സംഭവിച്ചതല്ല, അബ്നോർമാലിറ്റി ആണ്. നോർമലി സംഭവിക്കുന്നത് അതിന്റെ ഇടയിൽ ഉണ്ടാവും. ഇങ്ങനെ ഇയാള് 10 to 5 എന്ന് പറയുമ്പോൾ ഉച്ചക്ക് 1 മണിക്കൂറോ ചോറ് കഴിക്കാൻ എടുക്കുന്നുണ്ടാവും, ചിലപ്പോൾ രാവിലെ ചായ കുടിക്കാൻ ചെറിയ സമയം പോകുന്നുണ്ടാവും. അത് നോർമലി നമ്മൾ അനുവദിക്കുന്ന ഒരു ടൈമാണ്. അതല്ലാതെ അപ്രതീക്ഷിതമായിട്ടോ അല്ലെങ്കിൽ മറന്നുപോയിട്ട് ഈ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ 2 മണിക്കൂർ പോയി,
ഞാൻ ശ്രദ്ധിക്കാത്തതുകൊണ്ട് പോയി. അപ്പൊ അയാളുടെ എഫിഷ്യൻസി നമ്മൾ 12 to 5 അളക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിനിടയിൽ ആര് കയറി വന്നു? ഐഡിൽ ടൈം വന്നു. അപ്പൊ ആ ഒരു കാര്യം കൂടി പരിഗണിക്കുന്നു എന്നുള്ളതാണ് ഈ വേരിയൻസിൽ ഉള്ളത്. അപ്പൊ നമുക്ക് നേരത്തെ ഇക്വേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ എംസിവിയുടെ ഇക്വേഷൻ നമുക്കറിയാം. എംസിവിയുടെ ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്നത് എന്താ? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ പ്രൈസ്. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിലുള്ള സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി അല്ല, സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് സ്റ്റെപ്പ് 1 വരുന്നത്. അപ്പൊ LCVയിൽ അത് ക്വാണ്ടിറ്റിക്ക് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? ഹവർ ആണ്. നമ്മളൊരു ഹവർ അനുവദിച്ചിട്ടുണ്ടാവും, ഇത്ര സമയം. ആക്ച്വലി അതിനേക്കാൾ കൂടുതലോ കുറവോ സമയം എടുക്കാം. അപ്പോൾ ഇക്വേഷൻ വരുന്നത് സ്റ്റാൻഡേർഡ് ഹവർ ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. ഓൾറെഡി നമ്മളൊരു പ്രൈസ് നിശ്ചയിച്ചിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് പ്രൈസ് ലേബർ ആയതുകൊണ്ട് സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറയാം, മൈനസ് ആക്ച്വലി എടുത്ത ഹവർ ഇൻറ്റു ആക്ച്വൽ റേറ്റ്. ഓക്കെ, അപ്പോ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസിന്റെ സെയിം ഇക്വേഷൻ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്തേ ഉള്ളൂ, അതിന്റെ പേരൊന്നും അങ്ങ് മാറ്റിയതേ ഉള്ളൂ. കാരണം അവിടെ ക്വാണ്ടിറ്റി ആണെങ്കിൽ ഇവിടെ ഹവർ ആണ്. അപ്പൊ ലേബർ റേറ്റ് വേരിയൻസ് എങ്ങനെ പറയാം? സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ റേറ്റ് ഇൻറ്റു ആക്ച്വൽ ഹവർ. ലേബർ എഫിഷ്യൻസി വേരിയൻസ്, ലേബർ മെറ്റീരിയൽ യൂസേജ് വേരിയൻസിന്റെ ഇക്വേഷൻ ഓർമ്മ ഉണ്ടാവുമല്ലോ. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് ആണ്. അതേപോലെ നമുക്ക് ഇവിടെ എന്താ പറയാം? സ്റ്റാൻഡേർഡ് ഹവർ മൈനസ് ആക്ച്വൽ ഹവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. ആക്ച്വൽ ഹവർ ആണോ? ഞാൻ നേരത്തെ പറഞ്ഞ എന്റെ വീട്ടിലെ പണിക്ക് വന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാളെ ആക്ച്വൽ ഹവർ കൊണ്ട് അയാളെ എഫിഷ്യൻസി അളക്കാൻ പറ്റുമോ? നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് 10 മണി മുതൽ 5 മണി വരെ എന്നുള്ള സ്റ്റാൻഡേർഡ് സമയമാണ്. അയാൾ പണി തുടങ്ങിയിരിക്കുന്നത് 12 to 5 ആണ്. കാരണം അബ്നോർമൽ ഐഡിൽ ടൈം അവിടെ വന്നു. അപ്പൊ ആക്ച്വൽ ഹവർ എന്ന് പറയാൻ പറ്റുമോ? ആക്ച്വലി അതാണോ ആക്ച്വൽ ഹവർ? അയാൾ 10 to 5 സെറ്റ് ചെയ്യുമ്പോൾ 10 to 5 തന്നെ നമ്മൾ ചെക്ക് ചെയ്യണ്ട, നോക്കണ്ടേ? അയാളുടെ ആക്ച്വൽ ഹവർ 10 to 5 ആണോ? അല്ല, 12 to 5 ആണ്. അപ്പൊ എന്തുകൊണ്ടാണ് അത് വന്നത്? ഐഡിൽ ടൈം വന്നുകൊണ്ടാണ്. അപ്പൊ ഐഡിൽ ടൈം കഴിച്ചിട്ടുള്ള സമയമായിരിക്കണം, ആക്ച്വൽ പ്രൊഡക്റ്റീവ് ഹവർ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ടത്. ലേബർ എഫിഷ്യൻസി വേരിയൻസിൽ ആക്ച്വൽ ഹവറിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് ആക്ച്വൽ പ്രൊഡക്റ്റീവ് ഹവർ ആണ്. അപ്പൊ ബാക്കി പ്രൊഡക്റ്റീവ് അല്ലാത്ത 2 മണിക്കൂർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞ എക്സാമ്പിൾ, അതെവിടെ പോയി? അത് ഐഡിൽ ടൈം തന്നു. ഐഡിൽ ഹവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. അപ്പൊ ആക്ച്വൽ ഹവറിൽ നിന്ന് ഐഡിൽ ഹവർ കുറച്ചാൽ ആക്ച്വൽ ഹവർ മൈനസ് ഐഡിൽ ഹവർ ഇസ് ഈക്വൽ ടു ആക്ച്വൽ പ്രൊഡക്റ്റീവ് ഹവർ. ആക്ച്വൽ ഹവർ മൈനസ് ഐഡിൽ ഹവർ ഇസ് ഈക്വൽ ടു ആക്ച്വൽ പ്രൊഡക്റ്റീവ് ഹവർ. ഓക്കെ, അപ്പൊ ഇനി LEV വീണ്ടും നമ്മൾ രണ്ടായി തിരിക്കുകയാണ്. MUV രണ്ടായി തിരിക്കുന്നത് പോലെ LMV. എപ്പോഴാ MV ഉണ്ടാവാം? മിക്സ് വേരിയൻസ് എപ്പോഴാ ഉണ്ടാവാം? ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടാകുമ്പോൾ. ഒന്നിൽ കൂടുതൽ ആൾക്കാർ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ടൈപ്പ് ഓഫ് ലേബേഴ്സ്, സ്കിൽഡ് ലേബേഴ്സ്, സെമി സ്കിൽഡ് ലേബേഴ്സ്, അൺസ്കിൽഡ് ലേബേഴ്സ്, ആ രീതിയിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള ലേബേഴ്സ് ഉണ്ടെങ്കിൽ എല്ലാ ലേബേഴ്സിനും മിക്സ് ആയിരിക്കും ഒരു കമ്പനിയുടെ പ്രൊഡക്ഷൻ നടത്തുന്നത്. LYV ഈൽഡ്, ഔട്ട്പുട്ടിൽ എന്തായാലും സമയം വ്യത്യാസം വരുമ്പോൾ ഔട്ട്പുട്ടിൽ വ്യത്യാസം ഉണ്ടാവും, എഫിഷ്യൻസിയിൽ വ്യത്യാസം വരുമ്പോൾ ഔട്ട്പുട്ടിൽ വ്യത്യാസം ഉണ്ടാവും, മിക്സിൽ വ്യത്യാസം ഉണ്ടാകുമ്പോൾ ഔട്ട്പുട്ടിൽ വ്യത്യാസം ഉണ്ടാവും. സ്റ്റാൻഡേർഡ് നമുക്ക് എന്താ പറയാം, എന്താ? അപ്പൊ മെറ്റീരിയൽ മിക്സ് വേരിയൻസിന്റെ ഇക്വേഷൻ അറിയാലോ. എന്താണ്? RSQ മൈനസ് AQ ഇൻറ്റു SP ആണ് നമ്മൾ പറയാം. ഇത് SR ആണ്, SP ആണെന്ന് പറയാം. അപ്പൊ ഇവിടെ ലേബറിന്റെ കേസിൽ വരുമ്പോൾ ചെറിയ വ്യത്യാസം. RSQക്ക് പകരം എന്ത് വരും? RSH മൈനസ് AH ഇൻറ്റു SR. ഇത്
SH മൈനസ് RSH ഇൻറ്റു SR. ഇതിനെ വേണമെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഓർ എന്താണ് ഓർ എന്താ ആക്ച്വൽ yield മൈനസ് സ്റ്റാൻഡേർഡ് yield ഇൻറ്റു ആവറേജ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് കോസ്റ്റ് പെർ ഹവർ. നേരത്തെ യൂണിറ്റ് ആണ് ഇവിടെ ഹവർ. അങ്ങനെയും ചെയ്യാം. ക്ലിയർ? അപ്പൊ നേരത്തെ ഇക്വേഷൻ അതേപോലെ നമ്മൾ എന്ത് ചെയ്യാണ്, കോപ്പി ചെയ്തു. ജസ്റ്റ് ടേംസിൽ മാറ്റം വരുന്നേ ഉള്ളൂ. ഇവിടെ ഒരു ഐഡിൽ ടൈം വന്നതുകൊണ്ട് അതും വലിയ പ്രശ്നമില്ല. ഐഡിൽ ഹവർ കഴിച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ഹവറിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിവൈസ്ഡ് ആക്ച്വൽ ഹവർ എന്നും വിളിക്കാറുണ്ട്. രണ്ടും തെറ്റിദ്ധരിച്ചേക്കരുത്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഹവർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെ പോവാം? സ്റ്റെപ്പ് 1 മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസിൽ അതേ സ്റ്റെപ്പ് തന്നെയാണ്. സ്റ്റെപ്പ് 1 സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട്. ഇവിടെ എന്തോരും സ്റ്റാൻഡേർഡ് ഹവർ ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട്. ആക്ച്വൽ പ്രൊഡക്ഷൻ എത്ര ഹവർ വേണം? ക്ലിയർ? സ്റ്റെപ്പ് 2ലേക്ക് പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ഹവർ കണ്ടുപിടിക്കണം. എന്താ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ഹവർ എന്ന് പറഞ്ഞാൽ RSH അല്ലെങ്കിൽ ഓർ RAH റിവൈസ്ഡ് ആക്ച്വൽ ഹവർ എന്ന് നമ്മൾ പറയാറുണ്ട്. എന്താണ് ആക്ച്വൽ ഹവർ ഇൻ സ്റ്റാൻഡേർഡ് പ്രൊപ്പോർഷൻ. നേരത്തെ ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻ സ്റ്റാൻഡേർഡ് പ്രൊപ്പോർഷൻ ആണ്. ഇത് ആക്ച്വൽ ഹവർ ഇൻ സ്റ്റാൻഡേർഡ് പ്രൊപ്പോർഷൻ. അപ്പൊ ഐഡിയൽ ഹവർ ഉണ്ടെങ്കിൽ ആക്ച്വൽ പ്രൊഡക്റ്റീവ് ഹവർ ഇൻ സ്റ്റാൻഡേർഡ് പ്രൊപ്പോർഷൻ ആവും. ഐഡിയൽ ഹവർ ഇല്ലെങ്കിൽ ആക്ച്വൽ ഹവർ ഇൻ സ്റ്റാൻഡേർഡ് പ്രൊപ്പോർഷൻ. ഇവിടെ ഈ ഇക്വേഷൻ നോക്കുമ്പോൾ ചിലപ്പോൾ ഐഡിയൽ ടൈം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ, ഐഡിയൽ ടൈമിന്റെ കാര്യങ്ങൾ എന്തില്ല, നോർമലി ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. അപ്പൊ ഐഡിയൽ ടൈം ഇല്ലെങ്കിൽ സാധാരണ പോലെ തന്നെ നമുക്ക് വരും കേട്ടോ. പ്രൊഡക്റ്റീവ് ഹവർ നോക്കേണ്ട ആവശ്യമില്ല, ആക്ച്വൽ ഹവർ നോക്കിയാൽ മതി. അപ്പൊ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ഹവർ എന്ന് പറയുന്നത് ആക്ച്വൽ ഹവർ ഇൻ സ്റ്റാൻഡേർഡ് പ്രൊപ്പോർഷൻ. സ്റ്റാൻഡേർഡ് പ്രൊപ്പോർഷൻ റേഷ്യോ നമുക്കറിയാം. അപ്പൊ ഇത് സ്റ്റാൻഡേർഡ് ഹവർ ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട്. ഇത് നമുക്ക് എന്തിനൊക്കെ ഉപയോഗിക്കാം? യൂസേജിന്റെ വേരിയൻസ് കണ്ടുപിടിക്കാനും. ഇത് എന്തിനാണ്? ഇത് മിക്സ് അതുപോലെ ഈൽഡ് വേരിയൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും ഈ 2 സ്റ്റെപ്പ് ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് ലേബർ കോസ്റ്റ് വേരിയൻസുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ഒന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. ചിലപ്പോൾ ഐഡിയൽ ടൈം ഉണ്ടെങ്കിൽ ആക്ച്വൽ ഹവർ എന്ന് പറയുന്നത് ഐഡിയൽ ടൈം കഴിച്ചതിന് ശേഷമുള്ള ഹവറാണ്. അതിനെ ആക്ച്വൽ പ്രൊഡക്റ്റീവ് ഹവർ എന്ന് വിളിക്കും. ആക്ച്വൽ പ്രൊഡക്റ്റീവ് ഹവർ APH എന്ന് പറയുമ്പോൾ എന്താണെന്ന് വിചാരിക്കേണ്ട. APH ഈസ് ഈക്വൽ ടു ആക്ച്വൽ പ്രൊഡക്റ്റീവ് ഹവേഴ്സ് അഥവാ ആക്ച്വൽ ഹവർ മൈനസ് ഐഡിയൽ ഹവർ. ഓക്കെ, ഐഡിയൽ അബ്നോർമൽ ഐഡിയൽ ആണ്. നോർമൽ ഐഡിയൽ എന്തായാലും ഉണ്ടാവും. അത് ഉള്ളതുകൊണ്ടാണല്ലോ വേരിയൻസ് ഉണ്ടോ ഇല്ലയോ നോക്കുന്നത്. അപ്പൊ ഇത്രയാണ് ലേബർ കോസ്റ്റ് വേരിയൻസുമായി ബന്ധപ്പെട്ടുള്ളത്. സെയിം മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസിനെ അതേപോലെ റിപ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ സംഗതികളും ഒരുപോലെ തന്നെയാണ്. ക്വാണ്ടിറ്റിക്ക് പകരം ഹവർ ഉപയോഗിക്കുന്നു, റേറ്റിന് പകരം പ്രൈസിന് പകരം റേറ്റ് എന്ന് പറയുന്നു. പ്രൈസ് എന്ന് പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇതിന്റെ ആൻസർ അവിടെ കിട്ടെ, നമുക്ക് ചെയ്തു നോക്കാം. LCVയുടെ ഒരു ചെറിയൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് ഓൾ ദ ലേബർ കോസ്റ്റ് വേരിയൻസസ് ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ പ്രൊവൈഡഡ് ബൈ ടി ലിമിറ്റഡ്. ടി ലിമിറ്റഡ് പ്രൊവൈഡ് ചെയ്യുന്ന ടി ലിമിറ്റഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ ആണ് തന്നിട്ടുള്ളത്. ടൈപ്പ് ഉണ്ടോ? സ്കിൽഡ്, സെമി സ്കിൽഡ്, 2 ടൈപ്പ് ലേബേഴ്സ് ഉള്ളത്. സ്കിൽഡിന് കൊടുത്തിരിക്കുന്ന സമയം 90 മണിക്കൂറും സെമി സ്കിൽഡിന് കൊടുത്തിരിക്കുന്ന സമയം 60 മണിക്കൂറാണ്.
ഇപ്പൊ 90-60 മണിക്കൂർ വർക്ക് ചെയ്തുകൊണ്ട് 135 കിലോഗ്രാം പ്രൊഡ്യൂസ് ചെയ്യണം. 20 രൂപയാണ് ഒരു മണിക്കൂർ കൂലി. സ്കിൽഡിന്, സെമി സ്കിൽഡിന് 10 രൂപയാണ് കൂലി. ഇപ്പൊ 90 കൊടുത്തിട്ട് അവർ എത്ര സമയം വർക്ക് ചെയ്ത? 44 മണിക്കൂറേ വർക്ക് ചെയ്തുള്ളൂ. 25 രൂപ അവർക്ക് എന്ത് ചെയ്തു? കൂലി കൊടുത്തു. 20 പറഞ്ഞത്, 25 ഇപ്പൊ. സെമി സ്കിൽഡിന് 60 മണിക്കൂർ സമയം കൊടുത്തു. അവർ 66 മണിക്കൂർ എന്ത് ചെയ്തു? വർക്ക് ചെയ്തു. കൂലി എത്ര കൊടുത്തേ? 5 രൂപ കൂലി കൊടുത്തു. 10 പറഞ്ഞത്, 5 കൊടുക്കേണ്ടത്. അപ്പൊ ഇത്രയും സമയം വർക്ക് ചെയ്തിട്ട് അവർ 90 കിലോഗ്രാം ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇത് ജസ്റ്റ് നമ്മുടെ നേരത്തെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആ രൂപത്തിലേക്കൊന്ന് മാറ്റി നോക്കാം. സിംപ്ലി മാറ്റാം. ആൻസർ മുകളിൽ ഇവിടെ തന്നിട്ട് ഈ ആൻസർ കിട്ടുന്നത്. അപ്പൊ ജസ്റ്റ് ഒന്ന് സ്ക്രീനിനെ ഡിവൈഡ് ചെയ്യാം. സ്റ്റാൻഡേർഡ്, സ്കിൽഡ്, സെമി സ്കിൽഡ്, SMK എന്ന് എഴുതാം. ഇത് സ്കിൽഡ്, ഇത് സെമി സ്കിൽഡ്. ആൻസർ മുകളിലുണ്ട്, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഔട്ട്പുട്ട് ആണ് ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് എന്ത് പ്രൊഡക്റ്റ് ആണെന്ന് പറയുന്നില്ല. ഔട്ട്പുട്ട് സ്കിൽഡിന് കൊടുത്ത സമയം എത്ര? 90 മണിക്കൂർ, 90 ഹവേഴ്സ്. 90. സെമി സ്കിൽഡിന് 60 ഹവേഴ്സ്. സ്കിൽഡിന്റെ റേറ്റ് 20 രൂപ, 20. ഇത് 10 റേറ്റ് പെർ ഹവർ. കാണുന്നില്ലേ? റേറ്റ് 20 രൂപ, 10 രൂപ റേറ്റ് പെർ ഹവർ. എത്ര പ്രൊഡ്യൂസ് ചെയ്യും? 135 കിലോഗ്രാം പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് ഇൻസ്ട്രക്ഷൻ ടു പ്രൊഡ്യൂസ് 135 kilogram of output. Skilled labor has allowed 90 hours of time and semi-skilled laborers are received 60 hours of time to complete 135 kilogram of production. Semi-skilled will get 20 rupees per hour. Sorry, skilled will get 20 rupees per hour. Semi-skilled laborers will get 10 rupees per hour. ഇനി ആക്ച്വലി എന്ത് സംഭവിച്ചു? ആക്ച്വൽ സെയിം സ്കിൽഡ്, അതുപോലെ സെമി സ്കിൽഡ്. ഔട്ട്പുട്ട് ക്വസ്റ്റ്യനിലുണ്ട് 44 ഹവർ സ്കിൽഡും 66 ഹവർ സെമി സ്കിൽഡും. പ്രൈസ് 25 രൂപ, റേറ്റ് പെർ ഹവർ 5 രൂപ. ഔട്ട്പുട്ട് 90 കിലോഗ്രാം. ഇതാണ് നമ്മുടെ ആക്ച്വലും സ്റ്റാൻഡേർഡും തമ്മിലുള്ള ഒരു റെപ്രസെന്റേഷൻ വരുന്നത്. ഇപ്പൊ സ്റ്റെപ്പ് 1, എന്താണ് സ്റ്റാൻഡേർഡ്? ക്വസ്റ്റ്യനിലുള്ള സ്റ്റാൻഡേർഡ് അല്ല, ഞാൻ 100 പ്രാവശ്യം പറയുന്നുണ്ട്. ക്വസ്റ്റ്യനിലുള്ള സ്റ്റാൻഡേർഡ് അല്ല. ക്വസ്റ്റ്യന് 90 ഹവറോ 60 ഹവർ തന്നിട്ടുണ്ട്, അതല്ല നമ്മുടെ സ്റ്റാൻഡേർഡ്. അത് 135 കിലോഗ്രാം പ്രൊഡ്യൂസ് ചെയ്യാനാണ്. നമുക്ക് 90 കിലോഗ്രാം പ്രൊഡ്യൂസ് ചെയ്യാൻ എന്ത് സ്റ്റാൻഡേർഡ് വരുമെന്ന് നോക്കേണ്ടത്. അതിന് പറയുന്ന പേരാണിത് സ്റ്റാൻഡേർഡ് ഹവേഴ്സ് ഫോർ ആക്ച്വൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ആക്ച്വൽ ഔട്ട്പുട്ട്. എങ്ങനെ വരും? അപ്പൊ ഇത് ജസ്റ്റ് ആഡ് ചെയ്ത് വെക്കാം. 150 ഹവേഴ്സ് ടോട്ടൽ വേണം. എത്ര? 100
100 110 ഹവേഴ്സ് വരും അല്ലെ. അപ്പോ 150 ഹവേഴ്സ് കൊണ്ടാണ് 135 കിലോഗ്രാം ഉണ്ടാക്കാൻ പറയുന്നത്. അപ്പൊ 110 ഹവേഴ്സ് കൊണ്ട് 90 ഉണ്ടാക്കിയത് കറക്റ്റ് ആണോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെയാണ്, നമ്മൾ നേരത്തെ ഇക്വേഷൻ പറഞ്ഞിരുന്നു. എന്താ ഇക്വേഷൻ പറഞ്ഞിരുന്നത്? ആക്ച്വൽ ക്വാണ്ടിറ്റി ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഓഫ് ഇൻപുട്ട് ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് എന്നുള്ളത് പറഞ്ഞിരുന്നത്. അപ്പൊ സ്റ്റാൻഡേർഡ് ഹവർ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി ഔട്ട്പുട്ട്. എന്താണ് കഥ? 150 ഹവേഴ്സ് കൊണ്ട് 135 കിലോഗ്രാം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ 90 ഉണ്ടാക്കാൻ എത്ര ഹവർ വേണം? 110 കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളതാണ് നോക്കുന്നത്. ഹവറിലെ വ്യത്യാസം ഉണ്ടാകുമ്പോൾ എഫിഷ്യൻസി വ്യത്യാസം ഉണ്ടാവും. പ്രൈസിൽ നമുക്ക് മനസ്സിലായി 20 25 ആയിട്ടുണ്ട്, 10 5 ആയിട്ടുണ്ട്. അപ്പൊ ഒന്ന് കൂടിയിട്ടുണ്ട്, ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. റേറ്റ് വേരിയൻസ് മനസ്സിലായി. ഇനി യൂസേജാണ് നോക്കുന്നത്, എഫിഷ്യൻസിയാണ് നോക്കുന്നത്. 150 ഹവർ കൊണ്ട് 135 കിലോഗ്രാം പ്രൊഡക്ഷൻ നടത്തണമെന്നാണ് ഇൻസ്ട്രക്ഷൻ. അപ്പോ 90 കിലോഗ്രാം പ്രൊഡ്യൂസ് ചെയ്തത് 110 ഹവർ കൊണ്ടാണ്. അത് കറക്റ്റ് ആണോ? കറക്റ്റ് അല്ലെങ്കിൽ എഫിഷ്യൻസിയിൽ ഒന്നിക്ക് പോസിറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ട്. അപ്പൊ ജസ്റ്റ് നോക്കുമ്പോൾ സ്റ്റാൻഡേർഡ് ഹവർ 150 ഹവർ ആണ്, ഡിവൈഡ് ബൈ 135 ഇൻറ്റു 90. ഇത്ര കാൽക്കുലേറ്റർ എവിടെ? 135 ഡിവൈഡഡ് ബൈ 150 ഡിവൈഡഡ് ബൈ 135 ഇൻറ്റു 90 100 കെ ജി അല്ല, ഹവർ. കെ ജി മെറ്റീരിയൽ ആണ് ഇവിടെ ഹവർ. അപ്പൊ ഇതാണ് സ്റ്റാൻഡേർഡ് ഹവർ ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട്. 100 മണിക്കൂറേ വേണ്ടും 90 ഉണ്ടാക്കാൻ. നമ്മൾ 110 ഉപയോഗിച്ചു. ക്ലിയർ? അപ്പോ 100 സ്കിൽഡ് ലേബേഴ്സ് എത്ര വേണം? സെമി സ്കിൽഡ് ലേബേഴ്സ് എത്ര വേണം? റേഷ്യോ നമുക്കറിയാം, 9:6. 90 സ്കിൽഡും 60 സെമി സ്കിൽഡോ വേണ്ട. 9:6. അപ്പൊ ആ റേഷ്യോ എടുക്കുക, 9:6. 100നെ 9:6 അല്ലെങ്കിൽ ഇനിയും ഇത് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഇത് 2 ആണെങ്കിൽ ഇത് 3. 3:2 ആക്കാം അല്ലെ. എത്ര വരും? 3:2 എന്ന് പറയുമ്പോൾ 100 3:2 എത്ര വരും? 60 40. 60 ഹവേഴ്സ് 40 ഹവേഴ്സ്, അഥവാ സ്റ്റാൻഡേർഡ് ഹവർ ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് നമുക്ക് കിട്ടി. ഇനി ആക്ച്വൽ ഹവർ ഓൾറെഡി ക്വസ്റ്റ്യനിലുണ്ട്. ആക്ച്വൽ ഹവർ എത്രയാ? 44 60. നമ്മൾ 44 ഉപയോഗിച്ചിട്ടുള്ളൂ, ഇത് 60 ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ആക്ച്വൽ ഹവർ സ്റ്റാൻഡേർഡ് ഹവർ തമ്മിൽ വ്യത്യാസമാണ് എഫിഷ്യൻസി വേരിയൻസ്. അതിനെ കോസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിന്റെ വേരിയൻസ് കിട്ടും. ഇത് സ്റ്റെപ്പ് 1 കഴിഞ്ഞു. ഇനി സ്റ്റെപ്പ് 2. ഈ ക്വസ്റ്റ്യനിൽ ഐഡിൽ ഹവർ ഉണ്ടോ? ഇല്ല, അങ്ങനത്തെ ഒരു കാര്യം ക്വസ്റ്റ്യൻ പറയുന്നില്ല കേട്ടോ. ഐഡിൽ ഹവർ ഇല്ല. ഐഡിൽ ഉണ്ടാകാം, പക്ഷെ അബ്നോർമൽ ഐഡിൽ ഹവർ ഉണ്ടെങ്കിലാണ് നമ്മൾ നോക്കേണ്ടത്. ഐഡിൽ ഉള്ളതുകൊണ്ടാണല്ലോ സമയത്തിലൊക്കെ എഫിഷ്യൻസിയിലൊക്കെ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞത്. അത് അബ്നോർമാലിറ്റി വരുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ മറ്റേ മുകളിൽ പറഞ്ഞ ഈ എഫക്ട് കൊണ്ടുവരേണ്ടത്. ഏത്? ഐഡിൽ ടൈം വേരിയൻസിന്റെ എഫക്ട് കൊണ്ടുവരേണ്ടത്. നോർമലി ഐഡിൽ എന്തായാലും ഉണ്ടാവും. ഐഡിൽ ഉള്ളത് കൊണ്ടാണ് നമുക്ക് വേരിയൻസ് കണ്ടുപിടിക്കേണ്ടി വരുന്നത്. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ആക്ച്വൽ ഹവർ കാൽക്കുലേഷൻ. സിംപ്ലി കാണാതെ പഠിക്കുക, എന്താ വെച്ചാൽ ചെയ്യാം. എന്താ ഇത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ എഴുതേണ്ടത്? ആക്ച്വൽ ഹവേഴ്സ് അല്ലെങ്കിൽ ആക്ച്വൽ ടോട്ടൽ ഹവേഴ്സ് ഇൻ സ്റ്റാൻഡേർഡ് റേഷ്യോ. ആക്ച്വൽ ടോട്ടൽ ഹവർ
110 ഹവർ. അപ്പൊ 110 സ്കിൽഡ്, സെമി സ്കിൽഡ്. സ്റ്റാൻഡേർഡ് റേഷ്യോ ആക്ച്വൽ ഹവർ 110 ഹവർ ആണ് ആക്ച്വൽ ഹവർ. അതിന്റെ സ്റ്റാൻഡേർഡ് റേഷ്യോ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് 3:2. 3:2. 110ന്റെ 3:2 എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? 110 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 3, 66 വരും. ആര്? റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ഹവർ. ആക്ച്വലി എത്രയുള്ളത്? ആക്ച്വലി 44 ആണ്. അപ്പം 44 എന്ത് വരണം? ബാക്കി 44 SMK വരും, RSH അഥവാ സെമി സ്കിൽഡിൽ വരും. അതിന്റെ ആക്ച്വലി എന്താ ഉള്ളത്? അതിന്റെ ആക്ച്വലി ഉള്ളത് 66 ആണ്. അപ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ മിക്സ് വേരിയൻസ് കിട്ടും, ഇവിടെ യൂസേജ് വേരിയൻസും കിട്ടും. സ്റ്റെപ്പ് 3 വേണമെങ്കിൽ ചെയ്യാം. ഏത് ഈൽഡ് വേരിയൻസ് മറ്റേ രീതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റെപ്പ് 3 എന്നുള്ള രീതിയിൽ അതും ചെയ്തേക്കാം. വേണ്ട ആവശ്യമില്ല. ഇത് രണ്ടും കിട്ടിയതിന് മിക്സും കിട്ടി, ഇവിടെ ഈൽഡും രണ്ടും കിട്ടും. ഈൽഡും മിക്സും കണ്ടുപിടിക്കാൻ ഈ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മള് ഇക്വേഷൻ വരുന്നത് ലേബർ കോസ്റ്റ് വേരിയൻസ് വേണമെങ്കിൽ ഇതിന്റെ ഇക്വേഷൻ ആദ്യം തന്നെ നമുക്ക് വേണമെങ്കിൽ ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ഹവർ മൈനസ് ആക്ച്വൽ ഹവർ, സോറി, സ്റ്റാൻഡേർഡ് ഹവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ ഹവർ ഇൻറ്റു ആക്ച്വൽ റേറ്റ്. അപ്പോൾ സ്കിൽഡിൻ്റെത് സെമി സ്കിൽഡിൻ്റെത്. സ്കിൽഡിന്റെ സ്റ്റാൻഡേർഡ് ഹവർ സ്റ്റെപ്പ് 1 60, സെമി സ്കിൽഡ് 40, 60, 40. റേറ്റ് ക്വസ്റ്റ്യനിലുണ്ട് 20, 20, 10, 20, 10. ആക്ച്വൽ ഹവർ എന്താണ്? സ്റ്റെപ്പ് 1 തന്നെ നമ്മൾ എഴുതിയിട്ടുണ്ട് റെഡ് കളറിൽ 44, 60. 44, 60 ഇൻറ്റു ആക്ച്വൽ റേറ്റ് 25 ക്വസ്റ്റ്യനിലുണ്ട് 5. അപ്പോൾ ടോട്ടൽ ചെയ്യാം. ടോട്ടൽ ചെയ്യുമ്പോൾ എന്ത് വരും? 60 ഇൻറ്റു 20 ഈക്വൽ ടു 1200. ഇത് 1200 വരും, ഇത് 400 വരും. 44 ഇൻറ്റു 25 നോക്കാം. 44 ഇൻറ്റു 25 1100. അപ്പൊ ഇത് 1200, ഇത് 1100. നമുക്ക് എന്ത് ചെയ്യാം? 1200 മൈനസ് 1100 ഈക്വൽ ടു 100. ഫേവറബിൾ അല്ലേ? അല്ലേ? 100 ഫേവറബിൾ. മറ്റേത് 400 ആണ് മൈനസ് 300, അത് 100 ഫേവറബിൾ. അപ്പോൾ 100, 100, 200 ഫേവറബിൾ. ആൻസർ അത് തന്നെയാണോ നോക്കാം. നമ്മൾ എവിടെ നോട്ട് വെച്ചിട്ടുണ്ടല്ലോ, തെറ്റിയല്ലോ. 170 വരുന്നത്. അതിനെന്താണ് ഇവിടെ തെറ്റി? എടുത്തൽ തെറ്റിയുണ്ടോ? സ്റ്റാൻഡേർഡ് ഹവർ എന്ന് പറയുന്നത് 60 ഹവർ, 40 ഹവർ, 44, 60. ആക്ച്വലി റേറ്റ് വ്യത്യാസം ഉണ്ടോ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് LRV നോക്കാം. എന്താണ്? സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ റേറ്റ് ഇൻറ്റു ആക്ച്വൽ ഹവർ. ഇതാണ് ഇക്വേഷൻ. സ്കിൽഡ് സ്റ്റാൻഡേർഡ് റേറ്റ് 25, ആക്ച്വൽ റേറ്റ് 20 ഇൻറ്റു ആക്ച്വൽ ഹവർ
44. സെമി സ്കിൽഡ് സ്റ്റാൻഡേർഡ് റേറ്റ് 10, ആക്ച്വൽ റേറ്റ് 5. തെറ്റുണ്ടല്ലോ, റേറ്റ് എഴുതിയിൽ തെറ്റുണ്ടോ? 20, 25. 20, 25 25, 20 അവിടെ തെറ്റിയാട്ടോ. ഇത് ഇത് 25ഉം ഇത് 20 കേട്ടോ. ആണോ? അല്ല, ഈ 20, 25 തന്നെ അല്ലേ? 20, 25 തന്നെ കറക്റ്റ് ആണ്, നോക്കാം. 10 - 5 ഇവിടെയാണ് തെറ്റിയത്. 20, 25. ഇത് 10 - 5 ഇൻറ്റു എത്ര ഹവറാ? ആക്ച്വലി 66 ഹവർ. 44 ഇൻറ്റു 25. 44 ഇൻറ്റു 5 220 അഡ്വേഴ്സ്. നേരത്തെ ഇവിടെ നമുക്ക് ഫേവറബിൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നോക്കാം, എന്ത് നോക്കാം. ഇവിടെ 66 ഇൻറ്റു 5 330 ഫേവറബിൾ. ഇപ്പൊ 110 ഫേവറബിൾ. നെഗറ്റീവ് പോസിറ്റീവ് നെറ്റ് ചെയ്യുമ്പോഴുള്ള വില 110 ഫേവറബിൾ. ലേബർ റേറ്റ് വേരിയൻസ് പറഞ്ഞത് അത് കറക്റ്റ് ആയിട്ടുണ്ട്. ലേബർ റേറ്റ് വേരിയൻസ് 110 ഫേവറബിൾ. അപ്പോൾ ഈ യെല്ലോ മാർക്കിൽ ഇട്ടത് കറക്റ്റ് ആയിട്ടുണ്ട്. ലേബർ എഫിഷ്യൻസി വേരിയൻസ് സ്റ്റാൻഡേർഡ് ഹവർ മൈനസ് ആക്ച്വൽ ഹവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. സ്കിൽഡ്, സെമി സ്കിൽഡ്. സ്റ്റാൻഡേർഡ് ഹവർ എത്ര? 44 സ്കിൽഡും 66 സ്കിൽഡും 40 സെമി സ്കിൽഡും. 66, 40 മൈനസ് 44, 66. സ്റ്റാൻഡേർഡ് റേറ്റ് സ്കിൽഡിന് 20ഉം 10ഉം. രണ്ടും പോയോ? സോറി, 20ഉം 10ഉം. അപ്പോ 66, 44 തമ്മിൽ വ്യത്യാസം 22. 220 ഫേവറബിൾ. ഇത് എത്രയാ? 26, 220 അല്ല, 440 അല്ലേ? 440 ഫേവറബിൾ. ഇത് 26 ഇൻറ്റു 10 260 അഡ്വേഴ്സ്. നെറ്റ് 180, 170. ആൻസർ 60 ആണല്ലോ. ലേബർ എഫിഷ്യൻസി വേരിയൻസ്. സ്റ്റാൻഡേർഡ് റേറ്റ് എത്രയാണ്? 20ഉം 10ഉം അല്ലേ? 20ഉം 10ഉം.
നമ്മൾ ഇവിടെ എടുത്തതിൽ എന്തോ ഒരു പ്രശ്നമുണ്ടോ? 44, 66, 44, 66, 110, 90 പ്രൊഡക്ഷൻ. അതിനല്ലേ ക്വസ്റ്റ്യനിലുള്ള 90 പ്രൊഡക്ഷൻ. തൊണ്ണൂറാണ് പ്രൊഡക്ഷൻ. അപ്പൊ 150 ഹവർ ഉപയോഗിച്ചുകൊണ്ട് 135 കിലോഗ്രാം പ്രൊഡ്യൂസ് ചെയ്തെങ്കിൽ 90 കിലോഗ്രാം പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര ഹവർ വേണം? 100 ഹവർ വേണം. അപ്പൊ 100 ഹവർ വരുമ്പം 3:2. 3ഉം 2ഉം 5. 3:2, 9, 15. ഇവിടെയാണ് പ്രശ്നം തോന്നുന്നത്. നമ്മൾ സ്റ്റാൻഡേർഡ് ഹവർ കാൽക്കുലേറ്റ് ചെയ്തതിൽ എന്തോ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. അപ്പോ 100ഉം റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ഹവറിൽ ചിലപ്പോൾ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. 100 ഡിവൈഡഡ് ബൈ 15 ഇൻറ്റു 9, 60. അത് കറക്റ്റ് ആണല്ലോ. 60ഉം 40ഉം. ആക്ച്വലി 44. നമ്മളിനി ആൻസർ തെറ്റുണ്ടോ? ലേബർ എഫിഷ്യൻസി വേരിയൻസ് 60 ഫേവറബിൾ ആ പറയുന്നത്. ലേബർ എഫിഷ്യൻസി വേരിയൻസിന്റെ ഇക്വേഷൻസ് സ്റ്റാൻഡേർഡ് ഹവർ മൈനസ് ആക്ച്വൽ ഹവർ. സ്റ്റാൻഡേർഡ് ഹവർ എന്ന് പറയുന്നത് നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന 60 ആണ്. ആക്ച്വൽ ഹവർ എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിലുള്ള 44 ആണ്. 4 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 44 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 20. സോറി ഫോർ ദി 60ൽ നിന്ന് 44 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 66ൽ നിന്ന് 66 നമ്മുടെ അടുത്ത്. സ്റ്റാൻഡേർഡ് ഹവർ 66 അല്ലല്ലോ. സ്റ്റാൻഡേർഡ് ഹവർ 60 അല്ലേ? 60. ഓക്കെ 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 ഓക്കെ. 16 ഇൻറ്റു 2 320 വരിക. ഇത് കറക്റ്റ് ആണ്. എടുത്തിരിക്കുന്ന വ്യത്യാസം കേട്ടോ. 320. അപ്പോ 60 ഫേവറബിൾ. ഓക്കെ, കുറെ സമയം പോയി വെറുതെ. 60 ഫേവറബിൾ. അപ്പൊ ലേബർ എഫിഷ്യൻസി വേരിയൻസും ആയി. ഇനി നമുക്ക് ലേബർ മിക്സ് വേരിയൻസിലേക്ക് പോവാം. അപ്പൊ ഈ രണ്ട് വേരിയൻസും കൂടി ഇത് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 110ഉം 60, 170 ആയിരിക്കണം എന്ത്? നമ്മുടെ MCV. നമുക്ക് നേരത്തെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിട്ടില്ല. അതെന്തോ ഒരു കാൽക്കുലേഷൻ പ്രശ്നമാണെന്ന് നോക്കാം. LMVയുടെ ഇക്വേഷൻ നമുക്കറിയാം. റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ഹവർ മൈനസ് ആക്ച്വൽ ഹവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. അപ്പൊ സ്കിൽഡിന്റെ സെമി സ്കിൽഡിന്റെ സ്റ്റെപ്പ് 2 നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ഹവർ 66, 44. ആക്ച്വൽ ഹവർ നമുക്ക് അറിയാം 44, 66. അപ്പൊ 44, 66, 44, 66 തന്നെയല്ലേ? 44ഉം 66. 22. സോറി, റേറ്റ് എത്ര? റേറ്റ് 20, 10. 440 ഫേവറബിള്, 220 അഡ്വേഴ്സ്. നെറ്റ് 220 ഫേവറബിൾ. LMP 220 ഫേവറബിൾ. അപ്പൊ അതും കറക്റ്റായി വന്നിട്ടുണ്ട്. LYV സ്റ്റാൻഡേർഡ് ഹവർ മൈനസ് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ഹവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. സെമി സ്കിൽഡ്, സെമി സ്കിൽഡ്.
സ്റ്റാൻഡേർഡ് ഹവർ നമ്മൾ മുകളിൽ എടുത്തിട്ടുണ്ട് 60-40. റിവൈസ്ഡ് 44. റേറ്റ് 20-10. 120 അഡ്വേഴ്സ്. 40 അഡ്വേഴ്സ്. 160 അഡ്വേഴ്സ്. അതും കറക്റ്റ് ആണ്. അതും കറക്റ്റായി. അപ്പോ വെരിഫൈ ചെയ്യാം. LEV എന്ന് പറയുമ്പോൾ എന്താണ്? LEV എന്ന് പറയുമ്പം LMVയും LYVയും തമ്മിൽ ആഡ് ചെയ്താൽ LEV കിട്ടണം. സോറി ഫോർ ദി ഇൻകൺവീനിയൻസ്. ഇടയ്ക്കിടയ്ക്ക് കട്ടാകുന്നത് ഇന്റർനെറ്റിന്റെ പ്രശ്നമാണ്. ഓക്കെ. അപ്പൊ 160 അഡ്വേഴ്സ്, 220 ഫേവറബിൾ, നെറ്റ് 60 ഫേവറബിൾ. അപ്പൊ 60 തന്നെയാണ് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്? LEV കിട്ടിയിരിക്കുന്നത്. നെക്സ്റ്റ് അടുത്ത പ്രശ്നം നമുക്കിപ്പം LRV വെരിഫിക്കേഷനിൽ ഓക്കെ ആണ്. MCV എന്ന് നമ്മൾ എഴുതിയാലോ? LCV വെരിഫിക്കേഷനിൽ ഓക്കെ ആണ്. പക്ഷെ നമ്മൾ ഇക്വേഷൻ ഇട്ടപ്പോൾ ചെറിയ എന്തോ ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. LEVയും വെരിഫിക്കേഷനിൽ ഓക്കെ ആണ്. അല്ലാത്തപ്പോഴും ഓക്കെ തന്നെയാണ്. നമുക്ക് ഇക്വേഷനിലേക്ക് ഒന്നുകൂടി പോയേക്കാം. സ്റ്റാൻഡേർഡ് ഹവർ നമ്മൾ സ്റ്റെപ്പ് 1 എടുത്തിട്ടുണ്ട്. 60 ഹവർ ആണ് സ്കിൽഡിന്റെ കേസിൽ വരുന്നത്. സ്റ്റാൻഡേർഡ് റേറ്റ് 20 രൂപയാണ്. ആക്ച്വൽ ഹവർ നമ്മൾ എടുത്തിരിക്കുന്നത് 44 ഹവർ ആണ്. ആക്ച്വൽ റേറ്റ് 25 രൂപയാണ്. സെമി സ്കിൽഡില് 40 ഹവർ 40 ഹവർ ആണ് സ്റ്റാൻഡേർഡ് ഹവർ. സ്റ്റാൻഡേർഡ് റേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത് 10 രൂപയാണ്. ആക്ച്വൽ ഹവർ എടുത്തിരിക്കുന്നത് 60 കേട്ടോ. നമ്മൾ 66 കേട്ടോ. 66 ഹവർ ആണ് ആക്ച്വൽ ഹവർ എടുത്തിരിക്കുന്നത്. റേറ്റ് ഫിക്സ് ചെയ്യാൻ 5 രൂപയാണ്. ഇവിടെയാണ് പ്രശ്നം വന്നത്. അപ്പോ 60 ഇൻറ്റു 20 1200. 44 ഇൻറ്റു 25 1200. 100 ഫേവറബിൾ. 400 330. 70 ഫേവറബിൾ. 70 ഫേവറബിൾ. 170 ഫേവറബിൾ. 170 ഫേവറബിൾ. കറക്റ്റ് ആയില്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഫിഗർ എടുത്തപ്പോൾ മാറിപ്പോയതാണ് കൺഫ്യൂഷൻ. അപ്പൊ നിങ്ങളൊരു പേപ്പറിൽ എഴുതുമ്പോൾ പ്രോപ്പർ നോക്കാം. നമുക്ക് മുകളിലോട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോഴുള്ള കൺഫ്യൂഷൻ ആണ്. അപ്പൊ ഈ രീതിയിലാണ് ലേബർ കോസ്റ്റ് വേരിയൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഇന്നിപ്പം നമുക്കിപ്പം 1 മണിക്കൂർ 20 മിനിറ്റോളമായി. അതിനിടയിൽ 2-3 പ്രാവശ്യം ഇന്ററപ്റ്റ് ആയി പോയിട്ടുണ്ട്. കണക്ഷൻ പ്രശ്നം. അപ്പൊ ഏതായാലും ഇന്നത്തെ ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം? വൈൻഡ് അപ്പ് ചെയ്യാം. അതിനു മുമ്പ് നിങ്ങൾ നാളെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ജസ്റ്റ് ചെയ്ത് നോക്കാം. കാൽക്കുലേറ്റ് ഓൾ ദ ലേബർ കോസ്റ്റ് വേരിയൻസ് ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ബൈ ടി ലിമിറ്റഡ്. 72-48 സ്കിൽഡും സെമി സ്കിൽഡും തന്നെയാണ്. റേറ്റ് തന്നിട്ടുണ്ട്.
നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഹവറിന് പകരം വീക്ക്ലി ഹവർലി വേജ് റേറ്റ് ആണ് തന്നിട്ടുള്ളത്. മൊത്തത്തിൽ വർക്ക് ചെയ്തിരിക്കുന്നത് 40 മണിക്കൂറാണ് വർക്കിംഗ് വീക്കായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, പ്രൊഡക്ഷന്റെ കേസ് 108 കിലോഗ്രാം ആണ് ഔട്ട്പുട്ട് വന്നത്. ഔട്ട്പുട്ട് സ്റ്റാൻഡേർഡ് എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത് 90 കിലോഗ്രാം ഔട്ട്പുട്ട് എന്തുള്ളൂ വന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എൻ്റെ ആൻസർ ഇങ്ങനെയാണ് വരേണ്ടത്. ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ എങ്ങനെയാണ് ആൻസർ വരുന്നത് നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് എന്ത് ചെയ്യാം, വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിൽ രണ്ടാമത്തെ ക്ലാസ് ആണ് നമുക്ക് ഇന്ന് നടന്നിട്ടുള്ളത്. ഇനിയും അടുത്ത ക്ലാസ്സുകൾ ഉണ്ടാവും. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്, ലേബർ കോസ്റ്റ് വേരിയൻസ്, 2 ഭാഗങ്ങളാണ് ഇതിൽ പഠിക്കാനുള്ളത്. ബാക്കി വേരിയൻസ് ഒക്കെ അടുത്ത ഗ്രൂപ്പിലാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്യാം. ലേബർ കോസ്റ്റ് വേരിയൻസിൽ ഐഡിൽ ടൈമുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടില്ല. ഈ ക്വസ്റ്റ്യനിലും ഐഡിൽ ടൈം ഇല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ഐഡിൽ ടൈം ഉണ്ടാവും. അതുപോലെ പ്രീവിയസ് എക്സാമിനേഷന് ചോദിച്ചിരിക്കുന്ന കോസ്റ്റ് വേരിയൻസ്, മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസിലും ലേബർ കോസ്റ്റ് വേരിയൻസിലും ക്വസ്റ്റ്യൻസ് ആയിരിക്കും അടുത്ത ക്ലാസ്സുകളിൽ ഉണ്ടാവാം. ഓക്കെ, താങ്ക് യു.